അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, നല്ലവരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട സുഹൃത്ത് അമീർ സാഹിബ് പറഞ്ഞതുപോലെ, ഇന്ന് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുതിയ വിഷയത്തെക്കുറിച്ച് നടത്തുന്ന ഒരു ചർച്ചയുടെ ഭാഗമായി ലൈവായി സത്താർ പന്തല്ലൂർ സാഹിബും അതുപോലെ തന്നെ അബ്ദുള്ള, അതുപോലെ തന്നെ സാദിഖ് യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് തുടങ്ങി PT റഹീം MLA തുടങ്ങിയ പല പ്രമുഖരും നമ്മുടെ ചർച്ചയിൽ ഭാഗവാക്കാകുന്നു എന്നുകൂടി അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ ആളുകളും വളരെ സജീവമായി തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ എല്ലാ ചർച്ചകളും കേൾക്കുന്നതിന് നമ്മുടെ ക്ലാസ് റൂമിൽ സജീവമായി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന സംഘടന രൂപീകൃതമായത് 1989 ഡിസംബർ 21 വ്യാഴാഴ്ച ഉച്ചക്ക് 1 മണിക്ക് ആണ്. ഇതിന്റെ പ്രഥമമായ എഗ്രിമെന്റിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒപ്പുവെക്കുന്നത്. ഏകദേശം കേരളത്തിലെ സാഹചര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കുന്നതിനു വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സജീവ സാന്നിധ്യമായ കേരളത്തിൽ അവർക്ക് പ്രഖ്യാപിക്കാൻ പോലും കേരളത്തിൽ കഴിയാത്ത വിധം അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്നും പരിപൂർണമായി ഒളിച്ചു മാറി നിൽക്കേണ്ട ഗതികേട് അവർക്കുണ്ടായി. ഞാനിത് പറയുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുകയാണെങ്കിൽ, ഇന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാർ എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നവർ പേരിട്ട് വിളിക്കുന്ന സംഘടനയുടെ പ്രസിഡന്റ് ഇൻഷാ അല്ലാഹ് ഇതിന്റെ യഥാർത്ഥ വിശദീകരണം നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലൂടെ അറിയിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായ സംഘടനയല്ല എന്ന് കാന്തപുരം പറയുമ്പോൾ, അത് തന്നെ പേരോടും പൊന്മളയും ഒക്കെ ആവർത്തിച്ചു പറയുമ്പോൾ, ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ ഒന്നുകൂടി ശക്തമായി പറയുമ്പോൾ, ഇതിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങളെക്കുറിച്ചും ഇതിന്റെ ആരംഭത്തെക്കുറിച്ചും ഒരു പഠനം നടത്താൻ തീരുമാനിച്ചപ്പോൾ, ഈ വാദങ്ങളും ഈ സംവിധാനവും ഏകദേശം ആരംഭിച്ചിട്ട് ഇന്നേക്ക് ഏകദേശം 1/4 നൂറ്റാണ്ട് സമയം പൂർത്തിയായിരിക്കുന്നു. 1989 ഡിസംബർ 21 ഉച്ചക്ക് 1 മണിക്ക് കുവൈത്ത് ഔക്കാഫ് മന്ത്രാലയത്തിലെ ഇസ്ലാമിക കാര്യ ഡയറക്ടർ ഷെയ്ഖ് നാദിർ അബ്ദുൽ അസീസിന്റെ സാന്നിധ്യത്തിൽ ഈ മുസ്ലിം ജമാഅത്തിന് വേദി ഒരുങ്ങുകയാണുണ്ടായത്. പക്ഷെ കേരളത്തിൽ അതിനുള്ള ഒരു അവസരം, അത് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തു കെട്ടിക്കിടക്കുകയായിരുന്നു ഈ വിഭാഗം. കുവൈത്തി ദീനാറിന്റെ വർദ്ധിത മൂല്യം തലക്ക് പിടിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും സുന്നി പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും, ഷെയ്ഖ് അബ്ദുസ്സമദ് അൽ കാത്തിബ് മുജാഹിദ് പ്രതിനിധിയായും AK അബ്ദുറഹ്മാൻ തറുവായി ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധിയായുമാണ് ഷെയ്ഖ് നാദിർ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഈ കരാറിന് ഒപ്പുവെക്കുന്നത്. സുന്നി മുജാഹിദ് ജമാഅത്ത് സംയുക്ത കരാറ് എന്നാണ് ആ കരാറ് അറിയപ്പെട്ടത്.
ചുരുക്കി പറഞ്ഞാൽ ഒരു മുസ്ലിം ജമാഅത്ത്. ഇത് ഇവരുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രശ്നങ്ങളുണ്ടാക്കി, വിഘടനവാദങ്ങളുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി പുറത്തുപോയി ആദ്യമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒപ്പിട്ട കരാറാണ് കുവൈത്ത് കരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മുസ്ലിം ജമാഅത്ത് കരാർ. ഈ മുസ്ലിം ജമാഅത്ത് കരാറിനെ കുറിച്ച് കേരളത്തിൽ വലിയ നാദിർ അബ്ദുൽ അസീസ് അൽ നൂരി ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകളും ഇവർ ഒരുമിച്ച് ക്ലാസ് കൊടുക്കണം. ക്ലാസ് അവിടെ ഉണ്ടാവും. അഷ്റഫിനെ വെച്ചാൽ നാദിർ അൽ നൂരി എന്ന് പറയുന്ന ഈ ആളുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ പറയപ്പെട്ട മൂന്നാളുകൾ അബ്ദുസ്സമദ് അൽ കാത്തിബ്, അബ്ദുറഹ്മാൻ തർവായി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയെ പ്രതിനിധീകരിച്ചപ്പോ സുന്നി പ്രതിനിധിയായിയാണ് ഇദ്ദേഹം എത്തിയത് എന്നാണ് അവരോട് പറഞ്ഞത്. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട് ഇദ്ദേഹം നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മുസ്ലിം ജമാഅത്തിനെ കുറിച്ച് ആദ്യമായി ഇദ്ദേഹത്തിന്റെ ചിന്താഗതിയിൽ ഈ സംവിധാനം ഉടലെടുക്കുന്നത്. അതുവരെ ഇങ്ങനത്തെ ഒരു ആശയം അദ്ദേഹത്തിന് ഉണ്ടായതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ രാഷ്ട്രീയപരമായ ഒരു ചിന്താഗതി 1974 അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രവേശിച്ച അന്നു മുതൽ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ രാഷ്ട്രീയപരമായ ഒരു ചിന്താഗതി ഉടലെടുത്തിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നോ അതല്ലെങ്കിൽ SYS ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വളരെ പണ്ട് തന്നെ ഏകദേശം 1979 തന്നെ ഈ വാദവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉസ്താദുമാർ, ബഹുന്നരായ മഹാന്മാരായ നേതാക്കന്മാർ ഇദ്ദേഹത്തിന്റെ അപേക്ഷ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് അനുകൂലമോ പ്രതികൂലമോ ഇല്ല. അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു രാഷ്ട്രീയ സംവിധാനം രൂപീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. കാലാകാലങ്ങളിൽ മുസ്ലിം ഉമ്മത്തിനും സമുദായത്തിനും സമൂഹത്തിനും സേവനം ചെയ്യുന്ന ആളുകൾക്ക് തങ്ങളാലാകുന്ന സഹായം ചെയ്യുകയും അവരെ നശിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും നിർവഹിച്ചിട്ടുള്ളത്. സമസ്തയുടെ ബോർഡും സമസ്തയുടെ ബാനറും സമസ്തയുടെ പതാകയും ഉപയോഗിച്ച് ഒരു ശക്തിയെയും ഇവിടെ തകർക്കാൻ, ഒരു ഇസ്ലാമിക ഒരു മുസ്ലിം സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന ആരെയും തകർക്കാൻ ഇവിടെ സമ്മതിച്ചിട്ടില്ല. മുസ്ലിം സമുദായത്തിന്റെ സംവിധാനത്തിനെതിരെ വരുന്ന ആരെയും വളർത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് അനുമതി നൽകിയിട്ടുമില്ല. അതിന് ഒക്കെ ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പിളർപ്പുണ്ടാക്കി പുറത്തുപോയ കക്ഷികൾ 1989 ഡിസംബർ 21 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് വെച്ച ഈ കരാറാണ് സത്യത്തിൽ ഇന്ന് കേരള ജമാഅത്തായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും കാര്യങ്ങളുമൊക്കെ വിശദീകരിക്കുമ്പോൾ അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് തന്നെ ഇൻഷാ അള്ളാ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ ഓൺലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. നൂറുദ്ദീൻ തങ്ങൾ ഓൺലൈനിൽ വന്നാൽ അറിയിക്കണം ഇൻഷാ അള്ളാ. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഇനി ഇതിലൊരു ഒരു വലിയ ഒരു പോയിന്റ് ഉണ്ട്. ഇവര് പറയുന്നത് ഒരു ബഹുജന സംഘടനയാണ് ഇപ്പൊ രൂപീകരിച്ചതെന്ന്. ബഹുജന സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നിങ്ങളെ കാണില്ലല്ലോ നൂറുദ്ദീൻ തങ്ങളെ, നിങ്ങൾ ഓൺലൈനിൽ കാണില്ല. PME കാണുന്നുണ്ട്. വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു ബഹുജന സംഘടനയായിട്ടാണ് ഇപ്പോ ഇത് രൂപീകരിച്ചത് എന്നാണ് ഇവരുടെ വാദം. ആ വാദത്തെ അവരുടെ ആളുകൾ തന്നെ വിമർശിക്കുന്നത്, അവരുടെ ആളുകൾ തന്നെ എതിർക്കുന്നതെന്ന് നോക്കൂ. അവരുടെ SYSന്റെ സൈറ്റായ SYS കേരള എന്ന സൈറ്റിൽ അവർ പറയാണ്,
1954 ഏപ്രിൽ 25 സമസ്തയുടെ താനൂർ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ഷെയ്ഖ് ആദം ഹസ്രത്ത് നവ്വറല്ലാഹു മർക്കദ സമസ്തയുടെ ബഹുജനാടിത്തറ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടായി. സമസ്തയുടെ ബഹുജനാടിത്തറ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അന്ന് എന്തുണ്ടായി? പറവണ്ണ മൊയ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയവരും അതിനെ ശക്തിയായി പിന്താങ്ങി ചർച്ച സജീവമാക്കി. ഒരു ബഹുജന സംഘം എന്ന ആശയം പൊതുവെ അംഗീകരിക്കപ്പെട്ടു. ഇതേ തുടർന്ന് അതേ വർഷം റമളാൻ 17 1954 മെയ് കോഴിക്കോട് അൻസാറുൽ മുസ്ലിമീൻ സംഘം ഹാളിൽ ഒരു ബഹുജന കൺവെൻഷൻ നടന്നു. അതിൽ വെച്ച് സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകൃതമായി. ബി കുട്ടിഹസൻ നാജി പ്രസിഡന്റും കെ എം മുഹമ്മദ് കോയ മാത്തോടം ജനറൽ സെക്രട്ടറിയുമായിരുന്നു. 1959 ആദ്യ സംഘടന നടന്നത്. സുപ്രസിദ്ധ വാഗ്മി പൂന്നാനം അബ്ദുള്ള മുസ്ലിയാർ പ്രസിഡന്റും ബി കുട്ടിഹസൻ നാജി ജനറൽ സെക്രട്ടറിയുമായി നിലവിൽ വന്ന കമ്മിറ്റിയുടെ കാലത്താണ് സംഘടനയുടെ ഭരണഘടന തയ്യാറായത്. പൊതുസമ്മേളനത്തിൽ ആയിരങ്ങൾ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുകയും സഹകരിച്ച് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. വ്യത്യസ്ത കാലങ്ങളിൽ നടന്ന പുനഃസംഘടനകളിൽ പ്രഗത്ഭരായ ഉലമാ ഉമാറാക്കൾ നേതൃത്വം നൽകി. ആദർശ പ്രചരണ രംഗത്തും സമുദായ സമുദ്ര രംഗത്തും സംഘടന നടത്തി കാൽവെപ്പുകളെല്ലാം ചുവട്ടുറപ്പുള്ളതായിരുന്നു. ഒരു ബഹുജന പ്രസ്ഥാനം എന്ന നിലയിൽ ആവശ്യമായ മേഖലകളിലെല്ലാം ഇടപെടുകയും സാന്നിധ്യമറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സമസ്തയുടെ സ്ഥാപിതവും പ്രഖ്യാപിതവുമായ ലക്ഷ്യങ്ങൾക്കായി വ്യത്യസ്ത പദ്ധതികൾ ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു വരുന്നു. ക്രമാനുഗതമായി അതിന്റെ വളർച്ചയും സ്വീകാര്യതയും നിരവധി ശ്രദ്ധേയ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. 70കളുടെ മധ്യം സംഘടനയുടെ പ്രചരണ പ്രവർത്തനത്തിൽ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. സമസ്തയുടെയും SYSന്റെയും ആശ്രയ പ്രതിബദ്ധതയുടെ തിളക്കം കൂടുതൽ പ്രകടമാക്കാൻ കഠിനാധ്വാനം ചെയ്ത പണ്ഡിത ശ്രേഷ്ഠർ മർഹൂം EK ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദയുടെ അവരുടെ അധ്യക്ഷം മുതൽക്കാണിത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാര്യദർശിതവും കൂടിയായപ്പോൾ കേരള മുസ്ലിം നവോത്ഥാനം പുതിയ ചരിത്രം ആർജിച്ചു തുടങ്ങി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇതൊരു ബഹുജന സംഘടനയാണ്. മുസ്ലിം സമൂഹത്തിന്, സുന്നത്ത് ജമാഅത്തിന് ഒരു ബഹുജന സംഘടന ആവശ്യമായ സമയത്താണ് സുന്നി യുവജന സംഘം ഉണ്ടായത്. ഒരു ബഹുജന സംഘത്തിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാരായ നേതാക്കന്മാർ ആവശ്യപ്പെട്ട സമയത്ത് ആദം ഹസ്രത്ത് അടക്കമുള്ള ആളുകൾ, ഷെയ്ഖ് ആദം ഹസ്രത്ത് നവറല്ലാഹു മർക്കദ അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ട സമയത്താണ് പറവണ്ണ ഉസ്താദും പതി അബ്ദുൽ ഖാദർ ഉസ്താദും നവറല്ലാഹു മർക്കദഹുമ ഈ മഹാന്മാരായ ആളുകൾ ശക്തമായ പിന്തുണയുമായപ്പോഴാണ് ഒരു ബഹുജന പ്രസ്ഥാനം രൂപീകൃതമാകുന്നത്. അതാണ് സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി യുവജന സംഘം എന്നിവ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ചിന്തിച്ചാണ്, ഇപ്പൊ ഇവര് പറയുന്നത് യുവജനങ്ങൾക്ക് SYS എന്നാണ്. എന്നിപ്പോ ഈ ബഹുജനം യുവജനായത്? എന്നീ ബഹുജനം യുവജനമായത്? അപ്പൊ SSFിൽ വിദ്യാർത്ഥികളാ? നിങ്ങൾ SSFിന്റെ നേതാക്കന്മാരിൽ എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊന്ന് കാണണല്ലോ. സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ ഭാരവാഹികളിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? അവരെ മക്കൾ പോലും ഇപ്പൊ വിദ്യാർത്ഥികളാണ്. അല്ലാഹു അഹ്ലം അല്ലേ? SSFിന്റെ നേതാക്കന്മാരെ മക്കളും കൂടി ഇപ്പൊ വിദ്യാഭ്യാസം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് പിതാക്കന്മാരായി മാറിയിട്ടുണ്ടാവും. അത്ര പ്രായമുള്ള ആളുകളാണ് SSFിന്റെ നേതൃത്വത്തിൽ. സുന്നി യുവജന സംഘത്തിൽ നിങ്ങൾ തന്നെ നൂറുൽ ഉലമ എന്ന് നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ വരുന്നത് തന്നെ 58 വയസ്സ് കഴിഞ്ഞിട്ടാണ്. സുന്നി യുവജന സംഘത്തിൽ നേതൃത്വത്തിൽ വരുന്നത് 58 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ 40 വയസ്സിന്റെ താഴെയുള്ള എത്ര യുവാക്കളാണ് അതിലുള്ളത്? 40 വയസ്സിന്റെ താഴെയുള്ള എത്ര യുവാക്കൾ അതിലുണ്ട് ഒന്ന് ചിന്തിക്കണ്ടേ? അതൊരു ബഹുജന സംഘടനയായിട്ടാണ്. 100 കണക്കിന് തെളിവുകൾ, ഒന്നും രണ്ടുമല്ല, 100 കണക്കിന് തെളിവുകൾ നമ്മുടെ കൈകളിലുണ്ട്. സുന്നി യുവജന സംഘം എന്ന് പറയുന്നത് ബഹുജന സംഘടനയാണ് എന്ന് നിങ്ങൾ തന്നെ എഴുതിയതും പറഞ്ഞതും പ്രചരിപ്പിച്ചതുമായതിന് 100 തെളിവുകളുണ്ട്. സമസ്തയുടെ പഴയകാല ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ SYSനെ പരിചയപ്പെടുത്തുന്നത് മുഴുവൻ ബഹുജന യുവജന സംഘടന. ബഹുജന യുവജന സംഘടന
ഒരു ബഹുജനങ്ങൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത് നടപ്പിലാക്കുന്നതുമായ കാര്യങ്ങളിൽ സജീവമായി പങ്കാളിത്തം വഹിക്കുന്നതിന് രൂപീകൃതമായതാണ് SYS എന്ന് ഒരൊറ്റ പേജിൽ. അതരസം SYS ഹിസ്റ്ററി എന്ന് പറയുന്ന SYS കേരള എന്ന് പറയുന്ന നിങ്ങളുടെ സൈറ്റിൽ, നിങ്ങളുടെ SYSന്റെ ഔദ്യോഗിക സൈറ്റിന്റെ എബൌട്ട് SYS ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരൊറ്റ പേജിൽ തന്നെ 3 or 4 സ്ഥലത്ത് ആവർത്തിച്ച് നിങ്ങൾ പറയുന്നു SYS ബഹുജന സംഘടനയാണ്. ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തിന് വേണ്ടി അന്ന് രൂപീകൃതമായ ആദം ഹസ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദും പതി അബ്ദുൽ ഖാദർ ഉസ്താദും അടക്കമുള്ള മഹാന്മാരുടെ ശക്തമായ പിന്തുണയിൽ രൂപീകൃതമായ സംഘടനയാണ് സുന്നി യുവജന സംഘം. പിന്നിപ്പോ അവർക്കൊക്കെ തിരിയാത്ത ഒരു ബഹുജനം തന്നെ വന്നത്. അവർക്കൊക്കെ മനസ്സിലാകാത്തൊരു ബഹുജന സംഘടന എപ്പോഴേ രൂപീകൃതമായത്? ഇൻഷാ അല്ലാഹ് നിമിഷങ്ങൾക്കകം നമ്മുടെ ചർച്ചയിൽ സത്താർ പന്തല്ലൂർ സാഹിബും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ സാമൂഹിക മാധ്യമ രംഗത്തെ പ്രമുഖരായ PTA റഹീം സാഹിബ്, സാദിഖ് യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി തുടങ്ങി PTA റഹീം സാഹിബ് MLA തുടങ്ങി പല പ്രമുഖരും നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവരുടെ ലൈവായ ചർച്ച നമ്മുടെ ക്ലാസ് റൂമിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള സംവിധാനം ഉണ്ടാവും ഇതേ വിഷയത്തെക്കുറിച്ച്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഇതൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഏർപ്പാടാണ്. രണ്ടാളുകളെ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു സംഘടന ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ രംഗത്ത് വന്നത്. രണ്ടാൾക്കാരും രാഷ്ട്രീയം പിൻവലിച്ചു. രണ്ടാളുകളും രാഷ്ട്രീയം പിൻവലിച്ചു. രണ്ടിനും ഒരേ കാരണമാണ് മുമ്പിൽ വെക്കാനുള്ളത്, അല്ലേ? 2 വെള്ളക്കച്ചവടക്കാര്, ഒരാളെ വെള്ളം കുടിച്ചാൽ ഭ്രാന്താവും, മറ്റേയാളെ വെള്ളം ഭ്രാന്തന്മാരെ കുടിക്കുകയുള്ളൂ എന്ന വ്യത്യാസമുള്ള 2 വെള്ളക്കച്ചവടക്കാര് പിന്നെ 2 പാർട്ടി, വിശാല പാർട്ടി രൂപീകരിച്ചതാണ്. അതിന്റെ സത്യത്തിൽ അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാണ്. കാരണം UDF LDF കക്ഷികൾക്ക് കിട്ടുന്ന മതേതര വോട്ടുകൾ ഒരു 3ാം സംവിധാനത്തേക്ക് പോവുക, മറ്റൊരു കക്ഷി ഉണ്ടാക്കി പോവുക. അതോടുകൂടി ഇവിടെ 2 UDFും LDFും അതിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന സംഘപരിവാറും, അതിനപ്പുറത്ത് LDF UDF വോട്ടുകളെ മറ്റൊരു സംവിധാനത്തിന്റെ കൂട്ടം നിർത്തി ഒരു 3ാം കക്ഷിയായി നിർത്തിയാൽ കുറച്ചുകൂടി സംഘപരിവാറിന്റെ നുഴഞ്ഞുകയറ്റത്തിന് കേരള രാഷ്ട്രീയത്തിലെ അപ്രമാദിത്യം അവർക്ക് ലഭ്യമാക്കുന്നതിന് എളുപ്പവഴി സൃഷ്ടിക്കാം എന്നതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ പോയി ബയ്യത്ത് ചെയ്ത് വന്നതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. 2 വ്യക്തികളാണ് അത് ചെയ്തത്. ആ 2 ആൾക്കാരും ഏകദേശം ഇങ്ങനത്തെ 2 സംഘടനക്ക് സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വരാനുള്ളത് കൊണ്ട് ആ ചർച്ചയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റുള്ള ക്ലിപ്പുകൾ നമ്മുടെ ക്ലാസ് റൂമിലൂടെ കേൾപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരു ക്ലിപ്പ് ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവരുടെ കേരള ജമാഅത്തിനെ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഈ കള്ളമുടി ജമാഅത്ത് KMJ കള്ളമുടി ജമാഅത്തിനെ ഉദ്ഘാടനം ചെയ്യുന്നത് ഖലീൽ ബുഖാരി തങ്ങളാണ്. ആ സമ്മേളനത്തിൽ തന്നെ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സാധാരണ തങ്ങന്മാരൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുബീന എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് ബദലായി ഈ ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് പച്ചക്കള്ളം പറഞ്ഞിട്ടാണ്. പച്ചക്കള്ളം. അതിനുശേഷം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നുണ്ട് പച്ചക്കള്ളം പറയരുത്, പച്ചക്കള്ളം പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യരുത് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ ആളുകളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതും ഇപ്പോൾ നമുക്ക് ലൈവായി തന്നെ നമുക്ക് സത്താർ പന്തല്ലൂര്, അതുപോലെ PTA റഹീം സാഹിബും, അതുപോലെ തന്നെ മറ്റ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരും ഒക്കെ ഉള്ള ഒരു ചർച്ചയിലേക്ക് നമുക്ക് ലൈവായി അത് കേൾക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയുമായി നമുക്ക്
വാർത്തകൾ. ശ്രീ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പുതിയൊരു സംഘടനയുമായി രംഗത്ത് വരുന്നു. ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അതിന്റെ പിറകിലെന്ന വ്യാഖ്യാനം അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ അവിടെ നിലനിൽക്കെ തന്നെ യഥാർത്ഥ പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ട് പുതിയൊരു സംഘടനയില്ലാത്തതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നമെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് താങ്കളുടെ നിരീക്ഷണം? ഒന്ന്, അദ്ദേഹം 25 വർഷം മുമ്പ് രൂപീകരിച്ച സംഘടനയുടെ പ്രസക്തി നഷ്ടപ്പെട്ടതുകൊണ്ടാവാം പുതിയ ഒരു മുദ്രാവാക്യവും ശൈലിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടാവുക. കാരണം 89-ൽ അദ്ദേഹം പുതുതായി ആരംഭിച്ച സംഘടനയും അതിന്റെ പേരിൽ പറയപ്പെട്ട നിലപാടുകളൊക്കെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ടാണ്. ആ കാലത്തൊക്കെ സുന്നി എന്ന് കൂട്ടാത്തൊരു വാചകം പറയുന്നത് വളരെ ദോഷമായി കണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സംഘടനകൾ പരിശോധിച്ചാലെന്നും അറിയാം, സുന്നി കാണാൻ സാധിക്കും, ജമിയത്തുൽ ഉലമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഘടനകളാണ്. അപ്പൊ അദ്ദേഹമാണ് ഇപ്പോ ഇങ്ങനൊരു മുസ്ലിം എന്ന ഒരു പൊതു സ്വഭാവം സ്വീകരിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. മാത്രമല്ല അടുത്ത കാലത്തായി അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആശയപരമായ വിഷയങ്ങളിലൊക്കെ അവർക്കിടയിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാൻ വൈമനസ്യം കാണിക്കുന്ന രീതികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തങ്ങൾ ഇതുവരെ നിലനിന്ന ആ സംഘടനയും അത്തരം കാര്യങ്ങളൊന്നും അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടതുകൊണ്ടാവാം പുതിയൊരു നീക്കം ആരംഭിച്ചിട്ടുണ്ടാവുക. ശരി, ഇതിന്റെ പിറകിൽ മറ്റു വല്ല ലക്ഷ്യങ്ങളുമുണ്ട് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? കാര്യം ഒരു രാഷ്ട്രീയ ശക്തിയായി, ഒരു സമ്മർദ്ദ ശക്തിയായി നിലനിൽക്കുക എന്നുള്ളത് ശ്രീ കാന്തപുരത്തെ പോലുള്ള ആളുകൾക്ക് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങളുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചില സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, ബിസിനസ് താല്പര്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ സംരക്ഷണം യഥാവിധി സാധ്യമാകണമെങ്കിൽ ചില രാഷ്ട്രീയ സമ്മർദ്ദം അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമായി ഇതിനെ കാണാനാകുമോ? രാഷ്ട്രീയ സമ്മർദ്ദം അദ്ദേഹം ഒരുപക്ഷെ അതിൽ ആഗ്രഹിക്കുന്നുണ്ടാവാം. രാഷ്ട്രീയമായ മോഹങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൂടക്കുറപ്പാണ്. സമസ്തയിൽ ഈ വിഭാഗീയതയ്ക്ക് ഉണ്ടാകുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ സമസ്ത മുഷാവറയിൽ സമസ്ത ഒരു രാഷ്ട്രീയ വിങ്ങിന് രൂപം നൽകണമെന്നും അല്ലെങ്കിൽ സമസ്തയുടെ യുവജന വിഭാഗമായ സുന്നി യുവജന സംഘത്തെ രാഷ്ട്രീയ വിങ്ങായി പ്രഖ്യാപിക്കണമെന്നൊക്കെ പ്രമേയം കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം 1970-കളിൽ. പക്ഷെ അതൊന്നും സമസ്തയിൽ സ്വീകാര്യമായില്ല. പിൽക്കാലത്ത് അദ്ദേഹം പുതിയ സംഘടന ഉണ്ടാക്കിയതിനു ശേഷം ചരിത്രത്തിൽ ആദ്യമായി അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെ പരാജയപ്പെടുത്തണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അന്ന് ആ നിലപാട് സ്വീകരിച്ച ആ തെരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിൽ അന്നേ വരെ നേടിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു വിജയം അന്ന് മുസ്ലിം ലീഗിന് നേടാൻ സാധിച്ചത്. നമുക്കത് ചരിത്രമാണ്. തിരിച്ചെത്താം അങ്ങയിലേക്ക്. ഇപ്പോൾ അഡ്വക്കേറ്റ് പി.ടി. റഹീം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി.ടി. റഹീം, കേരളത്തിൽ മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ ശ്രീ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പുതിയൊരു സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? എന്തായിരിക്കാം ശ്രീ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പുതിയ സാഹചര്യത്തിൽ പുതിയൊരു പ്രസ്ഥാനവുമായി രംഗപ്രവേശനം ചെയ്തതിന്റെ ലക്ഷ്യം? യഥാർത്ഥത്തില് ഇപ്പം സമസ്ത ഇരുവിഭാഗം സമസ്തകൾക്കും ഒരു പൊതു സംഘടനയില്ല. നിയോജന സംഘമുണ്ട്, SSF ഉണ്ട്, SKSSF ഉണ്ട്, രണ്ട് വിഭാഗത്തിനും SYS ഉണ്ട്, ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ പ്രായപരിധിയിൽപ്പെട്ട ആളുകൾക്കും ഇപ്പം ഇരുവിഭാഗത്തെയും പ്രായം ചെന്ന ആളുകളും SYS തന്നെയാണ്. സുന്നി യുവജന സംഘം എന്നാണ് പേരെങ്കിലും അത് അതിന്റെ 60, 70, 80, 90 വയസ്സായ ആളുകളുണ്ട്. അതിന്റെ സാരഥികളും വളരെ പ്രായം ചെന്ന ആളുകളാണ്. അപ്പൊ ഒരു പൊതുജന സംഘടന ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മുസ്ലിം മഹല്ല് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രജിസ്ട്രേഷൻ കിട്ടൂല നിലവിലുള്ള സാഹചര്യത്തിൽ. മുമ്പ് കിട്ടിപ്പോയ മതപാർട്ടികൾ മുസ്ലിം ലീഗിനാണെങ്കിലും ഇത്തിഹാദിൽ ശുബാൻ തുടങ്ങിയിട്ടുള്ള സംഘടനകൾക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള രജിസ്ട്രേഷനാണ്. മതത്തിന്റെ പേരിൽ ഒരു സംഘടനകൾക്കും ഇലക്ഷൻ മിഷൻ രജിസ്ട്രേഷൻ കൊടുക്കില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ പേരിൽ ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടി വരും എന്ന് ഞാൻ കരുതുന്നു. ശരി, ആ നിരീക്ഷണം ശരിയാണ് താങ്കളുടെ. ശ്രീ പി.ടി. റഹീം, നമുക്കറിയാം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ എല്ലാത്തിന്റെയും പേരിൽ സുന്നി എന്ന അത് ആത്യന്തികമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ആ പേര് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ സംഘടനകളുടെ മുഴുവൻ പേരുകളും. ഇവിടെ മുസ്ലിം എന്ന വിശാലമായ ഒരു തലത്തിലേക്ക് പേരിനെ മാറ്റിയിരിക്കുന്നു.
അഥവാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ചില അയവുകൾ വരുത്തുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? ദേശീയ തലത്തില് ഈ സംഘടനയെ പോകുമ്പോഴേ അത് സുന്നി എന്ന് പറയാൻ കഴിയില്ല. കാരണം ശ്രീ പി ടി റഹീം ഇടപെടുന്ന വിഷയത്തിൽ നിലവിൽ അദ്ദേഹത്തിന്റെ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ എന്നാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ സംഘത്തിന്റെ പേര്. ശരിയാണ്. അപ്പൊ ഈ സുന്നി എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തില് ആ സുന്നി വേറെയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന സുന്നി അല്ല. അപ്പൊ അതുകൊണ്ട് അതൊരു പുതിയ മഹറ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ജമാഅത്ത് അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കുക ദേശീയ തലത്തിൽ. ഇപ്പൊ ദേശീയ തലത്തില് ഉണ്ട് എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ വിശദീകരണം ഞാൻ ചോദിച്ചിരുന്നു ഈ വിഷയം വന്നപ്പോൾ തന്നെ. ബന്ധപ്പെട്ട ആളോട് ചോദിച്ചത് രാഷ്ട്രീയമായി ഇനി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്ന അവസരത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ അത് വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് ഞങ്ങൾ ചോദിച്ച വിശദീകരണത്തിന് രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ല. പ്രായം ചെന്നവർക്ക് 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും പ്രവർത്തിക്കാൻ അനുസൃതമായ ഒരു സംഘടന ഉണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യം എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിശദീകരണം. ശരി ശ്രീ പി ടി റഹീം, അങ്ങനെയെങ്കിൽ സമസ്തയുടെ പ്രസക്തി പിന്നെന്താണ്? സുന്നി എന്ന് പറയുന്ന സുന്നി യുവജന സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം അത് പ്രായമുള്ള ആളുകൾക്കും പ്രവർത്തിക്കാനുള്ള പ്രസ്ഥാനം. അതിന്റെ മാതൃസംഘടന എന്നുള്ള നിലക്കാണ് സമസ്ത അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ എന്ന പേരിൽ അവരുടെ തന്നെ സംഘടന പ്രവർത്തിക്കുന്നത്. ആ പ്രസ്ഥാനത്തോട് ചേർന്നുകൊണ്ടാണ് പ്രായമായ മുഴുവൻ ആളുകളും മതപരമായ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ നിലനിൽക്കെയാണ് മറ്റൊരു പ്രസ്ഥാനവുമായി വരുന്നത്. അവിടെയാണ് സംശയങ്ങൾ ഉയരുന്നത്. ഒരു വിശാലമായ അർത്ഥതലത്തിലുള്ള പേരുകൾ ഉപയോഗിക്കുക, എല്ലാവർക്കും ചില വേണ്ടി വന്നാൽ ഇതൊരു സമ്മർദ്ദ ശക്തിയായി മാറുമെന്ന് അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തിൽ പറയുക. സംശയങ്ങൾ അനവധിയുണ്ട് ശ്രീ പി ടി റഹീം. സംശയങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഞങ്ങൾക്ക് കൂടി താല്പര്യമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് ചോദിച്ചത്. ചോദിച്ചപ്പോൾ ഇതിന് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളൊന്നുമില്ല. അവർ എന്നോട് പറഞ്ഞത് 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ സുന്നി യുവജന സംഘത്തിൽ നിന്നും മാറി പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കുകയും ദേശീയ തലത്തിലേക്ക് ഇപ്പം നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് കേരളത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ കേരളത്തിന് പുറത്തേക്ക് കൂടി വ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു പേര് സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് കിട്ടിയിട്ടുള്ള വിശദീകരണം. തിരിച്ചെത്താം, ഒരിടവേളയാണ്, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പി ടി റഹീമിനോട് ഇവർ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിലൂടെ വരാൻ പോവുകയാണ്. പി ടി റഹീം സാഹിബിനോട് 40 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്ക് മാത്രമേ അംഗത്വം നൽകൂ എന്ന് പറഞ്ഞത് കാന്തപുരം പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന ക്ലിപ്പ് നമ്മുടെ ക്ലാസ് റൂമിൽ ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ വരാൻ പോവുകയാണ്. അപ്പൊ ഇത് വെറും പച്ചക്കള്ളത്തിന്റെ പേരിൽ ഓരോ ആളുകളോടും അവർക്ക് യോജിച്ച രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നിർത്തി ഞങ്ങൾ അത് ക്ലിപ്പ് ഇപ്പണോ ഈ ചർച്ചയ്ക്ക് ശേഷം ഇട്ടാൽ മതിയോ? ഇവരുടെ ഈ ഇടപെടലുകൾക്ക് ശേഷം ഇട്ടാൽ മതിയോ? അത് ഇപ്പണമെങ്കിൽ ഇപ്പടാം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഓക്കെ ശേഷം ഇതിനൊക്കെ ഓരോ കാര്യങ്ങൾക്കും ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഇപ്പൊ ഈ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗിന് ശേഷം ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയാം. ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പോ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച ശേഷം അതിന് രജിസ്ട്രേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് രാഷ്ട്രീയം എന്ന് പിൻവലിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് പി ടി റഹീം സാഹിബിന്റെ സംസാരത്തിൽ നിന്ന് ബോധ്യമായി. പക്ഷേ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിന്റെ പശ്ചാത്തലം, ഇത് രൂപീകരിച്ചത്, ഇതിന്റെ ലക്ഷ്യം, ഇത് സ്ഥാപിതമാകുന്നത് സത്യത്തിൽ 1989 ഡിസംബർ 21 വ്യാഴാഴ്ച ഉച്ചക്ക് 1 മണിക്കാണ്. ഇത് കുവൈത്തിൽ വെച്ചുകൊണ്ട് ഇതിന്റെ മറ്റ് വക്താക്കൾ ഷെയ്ഖ് അബ്ദുസ്സമദ് അൽ കാത്തിബും അതുപോലെ തന്നെ AK അബ്ദുറഹ്മാൻ തർവായും മുജാഹിദും ജമാഅത്തിന്റെയും നേതാക്കന്മാർ ഒപ്പുവെച്ച ഒരു കരാറിന് അടിസ്ഥാനമായിട്ടാണ് ഈ കേരള മുസ്ലിം ജമാഅത്ത് രൂപീകൃതമാകുന്നത്. ഇവരുടെ മുഴുവൻ പ്രഭാഷണങ്ങളും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. സുന്നി എന്ന് പറയേണ്ടിടത്ത് സുന്നി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ സുന്നി എന്ന് ഏത് വാക്കുകളും മുസ്ലിം എന്ന് ഉപയോഗിക്കുന്നതിന് ബദലായി മുസ്ലിം എന്ന് പറയുന്നതിൽ സുന്നിയാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം. അതുകൊണ്ട് സുന്നി എന്നേ പറയാവൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിനെതിരെ ആദ്യമായി ഇവർ കടന്നാക്രമിക്കുന്നത് ആ പദം ഉപയോഗിച്ചിട്ടാണ്.
അവരുടെ വിദ്യാഭ്യാസ മേഖലക്ക്, അവരുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് അവര് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്നാ പേരിട്ടത്. അവരുടെ ബോർഡിന് സുന്നി വിദ്യാഭ്യാസ ബോർഡ്. അതുപോലെ തന്നെ അവരുടെ ഓരോ സംവിധാനത്തിനും അവരൊരു പള്ളി ഉണ്ടാക്കിയ സുന്നി പള്ളി നിരിക്കും. ഒരു എത്തീങ്കാന ഉണ്ടാക്കിയ സുന്നി എത്തീങ്കാനിടും, ഒരു നിസ്കാരപ്പള്ളി ഉണ്ടാക്കിയ സുന്നി നിസ്കാരപ്പള്ളി എന്നിടും. അങ്ങനെ എല്ലാത്തിനും വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ സുന്നി 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 എന്നിട്ടപ്പോ ഇനിയിപ്പോ ബഹുജനായ പിന്നെ സുന്നി വേണ്ടേ? അല്ല, കുരുന്നുകൾക്ക് സുന്നി അല്ലേ? SSF എന്ന് പറയുന്ന കുക്കുരുന്നുകൾക്കും സുന്നി. കാരണം അത് മറ്റേ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ യുവജനം അവർക്കും സുന്നി. അപ്പോ അതൊക്കെ മൂത്താ പിന്നെ സുന്നി പോവുക. സുന്നി മൂക്കുമ്പോഴല്ലേ കുട്ടികളെ സുന്നി കൂടേണ്ടത്. ഇത് മേലക്ക് പോകും തോറും സുന്നി ഇല്ലാതെയാകുക. മേലക്ക് ഇങ്ങനെ കയറി പോകും തോറും സുന്നി ഇങ്ങനെ താഴത്തേക്ക് പോരല്ല. ഇതിന്റെയൊക്കെ ലക്ഷ്യം, ഇതൊക്കെ കൃത്യമായി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 1989 ഡിസംബർ 21 വ്യാഴാഴ്ച ഉച്ചക്ക് 1 മണിക്ക് വെച്ച ഒപ്പിന്റെ ബാക്കി പത്രമാണിത്. ഞങ്ങൾ തെളിയിച്ചുതരാം. ഓരോ പോയിന്റുകളും ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ഓരോ പോയിന്റുകളും ശ്രദ്ധിക്കും. ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാർ അദ്ദേഹം വളരെ ശക്തമായ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇതൊരു അനാവശ്യമായി ഇത് രൂപീകൃതമായത് ശരിയല്ലാത്ത ദിശയിലാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ തന്നെ അദ്ദേഹം അക്കമിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആശങ്ക അവിടെ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമുള്ള പ്രഭാഷണങ്ങൾ ഓരോന്നും ഇവരുടെ ഓരോ ആളുകളുടെ പ്രഭാഷണങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വ്യക്തമായി നമുക്ക് മുന്നിൽ വരും. സത്താർ പന്തല്ലൂർ സാഹിബും ബഹുമാനപ്പെട്ട PT റഹീം സാഹിബും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി സാദിഖും ഒക്കെ അടക്കമുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നമ്മുടെ അതുപോലെ തന്നെ O അബ്ദുള്ള തുടങ്ങിയ ആളുകളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമ്മുടെ ചർച്ച വീണ്ടും നടത്തുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ഒരുപക്ഷെ രാഷ്ട്രീയമായ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകാമെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന ബോധ്യത്തിൽ നിന്നാണ് നാം ഈ ചർച്ച തന്നെ സംഘടിപ്പിക്കുന്നത്. അത് ആ അർത്ഥത്തിലാണ് തങ്ങളോട് ചോദിക്കുന്നതും. രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്കപ്പുറം എന്ത് താല്പര്യമായിരിക്കും പുതിയ സാഹചര്യത്തിൽ ഇത്തരമൊരു സംഘടനയുടെ സംഘാടനം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? നമ്മുടെ PT സാഹിബ് അദ്ദേഹം അന്വേഷിത്യമാണ് ഇവിടെ പങ്കുവച്ചത്. 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സംഘടനാ ഘടനയിൽ ഒരു സ്പേസ് ഉണ്ടാക്കാനാണെങ്കിൽ ഇത്രയും വലിയ കുട്ടിഘോഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. 2 ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനാണെങ്കിൽ കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കേണ്ടതല്ല. അതിൽ കേരള എന്ന പേര് ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആശയപരമായി, അതായത് സുന്നി വിശ്വാസ ആദർശങ്ങളിൽ വലിയ തീവ്രത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം 89കളിൽ വിഭാഗീയത ഉണ്ടാക്കിയത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരേക്ക് ഉന്നയിച്ച ആരോപണങ്ങൾ അവർ മുസ്ലിങ്ങളുടെ പൊതുവിഷയങ്ങളിൽ പോലും മറ്റു അവാന്തര വിഭാഗങ്ങളുമായിട്ട് വേദി പങ്കിടാൻ പാടില്ല, ശരീഅത്ത് വിവാദക്കാലത്ത് പോലും അത്തരത്തിലുള്ള വലിയ ഇഷ്യൂ പിടിച്ച ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ആദർശ തീവ്രത പ്രകടിപ്പിച്ചുകൊണ്ട് കുറെ കാലങ്ങളായി പ്രവർത്തിക്കാൻ ശ്രമിച്ച ഇവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തുണ്ടായ മറ്റു കേശവിവാദം പോലെയുള്ള പല പ്രശ്നങ്ങളിലൊക്കെ അവർക്കിടയിൽ ആശയപരമായിട്ട് തന്നെ വലിയ ഭിന്നത ഇന്ന് നിലനിൽക്കുകയാണ്. ആ ഭിന്നതയുടെ പ്രകടമായ ചില രൂപങ്ങൾ നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കെതിരെ അവർക്കിടയിൽ തന്നെയുള്ള ചില പരസ്യമായി ഒരു സെക്കൻഡ് ഇപ്പൊ വരും, ഞങ്ങളിപ്പോ വരും ഇൻഷാ അല്ലാഹ്. പ്രഷർ ഗ്രൂപ്പാക്കി ഞങ്ങൾ നിലനിർത്തും എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കാനൊക്കെയുള്ള ഒരു വിഫല ശ്രമം എന്നേ അതിന് കാണാൻ കഴിയുള്ളൂ. അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ അതൊന്നും ഒരു ഓളവും സൃഷ്ടിക്കും ഉണ്ടാക്കില്ല എന്നാണ് അങ്ങ് കരുതുന്നത്. ശ്രീ PT റഹീം, മുസ്ലിം ലീഗിനൊരു ബദൽ, അങ്ങനെയും ചില രാഷ്ട്രീയ നിരീക്ഷകന്മാർ ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പുതിയ സംഘത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. സാധ്യമാണോ അത്? മുസ്ലിം ലീഗിനൊരു ബദൽ എന്നുള്ള നിലക്കാണെങ്കിൽ ഒരുപക്ഷെ താങ്കളെ പോലുള്ളവർ അതിന് പിന്തുണക്കുകയും ചെയ്യുമായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അതിനെ പിന്തുണക്കാൻ സാധിക്കില്ല. കാരണം വർത്തമാനകാല
ജമാഅത്തിന് എതിരാണെങ്കിൽ പോലും ഇടതുപക്ഷം ഇപ്പോൾ സ്വീകരിക്കുന്ന ഫാസിസത്തിനായി സ്വീകരിക്കുന്ന കേരളത്തിൽ സ്വീകരിച്ചു വരുന്ന നടപടികളെ പിന്തുണക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് വളരെ വ്യക്തമായും സുപ്രഭാതം പത്രത്തിൽ അദ്ദേഹത്തിന്റെ നിഷേധമാണ് വന്നതിനും ഈ വാദം ഈ സംഘടനകളുടെ ഭിന്നിപ്പ് എന്ന് പറയുന്നത് അത് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നുണ്ടാകാം. പക്ഷെ അത് എല്ലായിടങ്ങളിലും ഇപ്പൊ പ്രകടമായി വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു സംസ്ഥയിൽ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും പുതിയ കുട്ടികൾ വരുമ്പോൾ ഇങ്ങനെയല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനം വരുന്നുണ്ട്. മാത്രമല്ല, സമസ്തക്ക് 1-ാം സ്ഥാനവും മുസ്ലിം ലീഗിന് 2-ാം സ്ഥാനം കൊടുക്കുന്ന ആളുകളെ കഴിവതും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു മെസ്സേജ് പോലും മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തിട്ടായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് സമസ്തക്ക് പ്രാമുഖ്യം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പൊ ആ വർദ്ധിച്ചു വരുന്നത് രാഷ്ട്രീയമായി ഇല്ലാതായി പോകരുത് എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനൊരു വൈരുദ്ധ്യം വരുന്നു എന്നുള്ളത് കൊണ്ടാണ് മുസ്ലിം ലീഗ് പുതിയ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. സമസ്തക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്ന ആളുകൾക്ക്, മുസ്ലിം ലീഗ് 2-ാം സ്ഥാനം കൊടുക്കുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്ന അവസരത്തിൽ വളരെ കരുതി വേണം എന്നുള്ളത്. അതിപ്പോൾ നാട്ടിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് വ്യാപകമായി കണ്ടുവരുന്ന ഒരു വിഷയമാണ്. ഒന്നാമതായി സുന്നി സമസ്തയുമായി ബന്ധപ്പെട്ട് അതിനാണ് പ്രാമുഖ്യം കൽപ്പിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. അതൊരു വസ്തുതയാണ്, പഴയ വാദിയൊന്നല്ല. ലീഗും സമസ്തയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് പലയിടങ്ങളിലും ബഹുമാനപ്പെട്ട സമസ്തയുടെ ആളുകൾ ഇപ്പോൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും ബാധകമല്ല, ഞങ്ങൾക്ക് ഈ സമസ്തയാണ് പ്രശ്നം എന്ന് വളരെ വ്യക്തമായി പറയുന്ന ആളുകൾ ഇപ്പോൾ അത് ഇപ്പുറത്തും കാണും അപ്പുറത്തും കാണും. കാരണം എല്ലാ അവസരത്തിലും ഇങ്ങനെ സങ്കുചിതമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥാവിശേഷമുണ്ട്. കാരണം ഈ സമസ്തയില് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തിരുവിതാംകൂറിൽ പോയി ഈരാട്ടുപേട്ട് പോയാൽ ഇത് നടപ്പാക്കാൻ സാധിക്കില്ലല്ലോ. കാരണം അവിടുത്തെ സുന്നികൾ തന്നെ ഇവിടുത്തെ ക്രമങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ജുമാ പോലും അവിടെ നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മളൊരു മലബാറിന്റെ മൂലയിൽ നിന്ന് മാത്രം ചിന്തിച്ചാൽ കാര്യങ്ങൾ ശരിയാവില്ല. പൊതുവെ മുസ്ലിങ്ങളെ സംബന്ധിച്ചല്ലോ, ഇപ്പം തറാവീന്റെ കാര്യത്തിലൊക്കെ ആളുകളൊക്കെ വിദേശത്ത് പോലും തുടങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ. 20 റക്അത്താണ് ഹറമിൽ നിസ്കരിക്കുന്നത്. ഇപ്പൊ കുട്ടികളോട് പറഞ്ഞാൽ അവരുടെ പഴയ പോലെയുള്ള ഒരു തീവ്രത ഈ കാര്യത്തിൽ ഒന്നും കാണിക്കുന്നില്ല. ആ മാറ്റങ്ങളുമായൊക്കെ ശ്രീ കാന്തപുരത്തെ പോലുള്ള ആളുകൾ സമരസപ്പെട്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. കാന്തപുരം മാത്രമല്ല, എല്ലാവരും തന്നെ അത് സമരസപ്പെട്ടു പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ചൈനയില് ഇസ്ലാമിക വിരുദ്ധതയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കില്ല. ഈ വിഷയം വരുന്ന സമയത്ത് അവിടെ നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്ക് അവിടുന്ന് വാട്സപ്പില് വരികയാണ് നോമ്പ് നോക്കുന്ന വിഷയങ്ങൾ പത്രങ്ങളില്. കാരണം നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ഇപ്പോ എല്ലാ പാകിസ്ഥാനിലും എല്ലായിടങ്ങളിലും ദിവസവും ആളുകൾ ശരിയാണ്. തിരിച്ചു വരാം അങ്ങയിലേക്ക് ശ്രീ പി ടി റഹീം. ഒരു ഇടവേള കൂടി വേണ്ടി വന്നിരിക്കുന്നു. തിരിച്ചെത്താം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സുന്നത്ത് ജമാഅത്ത് ഇപ്പൊ ഇത് പി ടി റഹീം സാഹിബ് ഏകദേശം അതിന്റെ ചർച്ചയുടെ മർമ്മ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം അവരുമായി സംസാരിച്ചതിന്റെ ബാക്കി പത്രങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സങ്കുചിതമായ ചിന്താഗതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വന്നു എന്നാണ് അവരുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹത്തിന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഒരു സങ്കുചിതമായി ഒരു സുന്നി എന്ന് പറഞ്ഞ് മാത്രം നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുസ്ലിം എന്ന വിശാലമായ ഒരു നാമം സ്വീകരിച്ച് ഒരു പൊതു മുസ്ലിം, അതായത് അന്നത്തെ അൽ കാത്തിബിയുടെയും അതുപോലെ തന്നെ തർവായുടെയും ഒക്കെ പിൻഗാമികളും കാന്തപുരത്തിന്റെ ആളുകളും ഒക്കെ ഒരുമിച്ചിരുന്ന് ആ കുവൈത്തിൽ ഇരുന്നതുപോലെ ഇരിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും അതുമായി മുന്നോട്ടു പോകാനും ഉള്ള ഒരു സംവിധാനത്തിനാണ് ഇപ്പോ രൂപം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാരും അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളും അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അവറുകളും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും എൻ അലി അബ്ദുള്ള ഉസ്താദ് അവറുകളും ഒക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. അവരുടെയൊക്കെ വിശദീകരണങ്ങളും അവരോടൊക്കെയുള്ള ചോദ്യങ്ങൾക്കും മറുപടികളിലുമൊക്കെ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകാം. നമുക്ക് ഇദ്ദേഹം പറഞ്ഞതിന്റെ സത്യം ഈ പി ടി റഹീം സാഹിബിനെ
തെറ്റിദ്ധരിപ്പിക്കുകയും PTA റഹീം സാഹിബിനോട് ഇത് ഒരു രാഷ്ട്രീയപരമായി ഒരു ചിന്താഗതി ഇല്ലാത്ത ഒരു സംവിധാനമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് കള്ളത്തരമാണെന്ന് PTA റഹീം സാഹിബ്. അങ്ങ് ഈ ചർച്ച കഴിഞ്ഞ ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ക്ലാസ് റൂം വിട്ടുപോകരുത്, ഈ നമ്മുടെ അല്ലെങ്കിൽ ഈ ഇത് കേൾക്കാനുള്ള സംവിധാനവുമായി നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. കൃത്യമായി പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി നിങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. അദ്ദേഹം ഉടൻ തന്നെ ഈ ചർച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ഈ മീഡിയ റൂമിൽ നിന്നുള്ള ഈ ചർച്ചയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ് റൂമുമായി ചേരുന്നുണ്ട്. അദ്ദേഹം കൃത്യമായ മറുപടി, അങ്ങേ തെറ്റിദ്ധരിപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ ഉസ്താദും മറ്റു ആളുകളും എന്ന് കൃത്യമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ കൃത്യമായി നമ്മുടെ ക്ലാസ് റൂമിലൂടെ വെളിപ്പെടുത്താൻ പോകുന്നുണ്ട്. അതുകൊണ്ട് താങ്കളുടെ സാന്നിധ്യം ഇവിടെ തന്നെ ഉറപ്പാക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകും എന്നറിയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തോട്ടക്കാട് അത് വരുന്ന സമയത്ത് റെഡിയാണല്ലോ അല്ലേ? തോട്ടക്കാട് സാഹിബ് റെഡിയല്ലേ? ചർച്ച വരുന്ന സമയത്ത് റീസാൻ ചെയ്യണം. ഓക്കെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മനസ്സിലാക്കേണ്ട കാര്യം, തങ്ങൾക്കെന്തോ DC ആയിക്കൊണ്ടിരിക്കണം നിങ്ങൾ. ഇതിന് ഒരു വ്യക്തമായ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഏത് കാര്യത്തിനും ചർച്ച എത്തിയെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് മുസ്ലിയാർ കേരള മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ പുതിയൊരു സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു. കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം പുതിയ സംഘടനകളില്ലാത്തതല്ല എന്നത് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തായിരിക്കും കാന്തപുരത്തെ ഈ ഘട്ടത്തിൽ അത്തരമൊരു സംഘത്തിന്റെ സംസ്ഥാപനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് താങ്കൾ കരുതുക? അല്ല, കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ഒരു സംഘടന പിറവിയെടുത്തുവെന്ന് പത്രമാധ്യമങ്ങളിൽ വായിക്കാൻ സാധിച്ചു. അതിന്റെ സ്വഭാവം എന്ത്, അതിന്റെ ഭാവി എന്ത്, അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നൊക്കെ അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അതിന് രാഷ്ട്രീയ സ്വഭാവമുണ്ട്, അത് രാഷ്ട്രീയ പാർട്ടിയാണോ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒന്നും വ്യക്തമല്ല, കിടക്കാനിരിക്കുന്ന കുട്ടിയാണ്. ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കേരള പിറവിക്ക് മുമ്പേ നിലനിൽക്കുന്ന ഒരു സാമുദായിക രാഷ്ട്രീയ സംഘടന തന്നെയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയാകട്ടെ മുസ്ലിം ജനസാമാന്യത്തിൽ മഹാഭൂരിപക്ഷത്തെയും ഉൾക്കൊള്ളുന്ന ഒരു മതസംഘടനയാണ്. ഇത് രണ്ടും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടും സമുദായത്തിന്റെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു വരുന്ന സംഘങ്ങളാണ്. ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ്. നേരത്തെ PTB റഹീം പറയുന്നത് കേട്ടു, സമസ്തക്ക് പ്രാമുഖ്യം നൽകുന്നവരെ മത്സരിപ്പിക്കേണ്ട എന്ന് മുസ്ലിം ലീഗ് നിർദ്ദേശം കൊടുത്തത്. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് എന്നറിയില്ല. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ്, മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികളിലുമുള്ള ആളാണ്. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. മുസ്ലിം ലീഗ് എന്നും സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ വിജയസാധ്യത നോക്കി അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിർത്താറ്. സമസ്ത അങ്ങനെ ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. സമസ്ത അങ്ങനെ ആവശ്യപ്പെടുകയുമില്ല. ഇവിടെ പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുത്ത് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി CPM പയറ്റുന്ന പുതിയ രീതിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലനിൽപ്പിന് വേണ്ടി CPM കളിക്കുന്ന പുതിയ കളിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഡെവലപ്പ് ചെയ്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും BJPയെയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ എല്ലാവരും എതിർക്കുന്നതോടൊപ്പം അതിനെതിരെ VS അച്യുതാനന്ദനും പിണറായി വിജയനും കൊണ്ടുവന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ അത് അനുകൂലമാക്കി ഏത് രീതിയിൽ സാമുദായിക പ്രീണനം നടത്താമെന്ന ഗവേഷണമാണ് CPMകാർ നടത്തുന്നത്. ഞാൻ പറയുന്നു, ഇക്കാര്യത്തിൽ CPMനെ വിശ്വസിക്കാൻ കഴിയില്ല. CPM രക്ഷപ്പെടണം, അതിജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഉണ്ട് എങ്കിലും CPMനെ ഇക്കാര്യത്തിൽ മതസംഘടനകൾക്കോ വിശ്വാസ സമൂഹത്തിനോ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഘമല്ല. നിങ്ങൾ പരിശോധിക്കുക, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ തൊട്ടടുത്ത് തന്നെ വന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രസ്താവന നടത്തിയത് UDF സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ പീഡനം കൊണ്ടാണ് BJPക്ക് അവിടെ വോട്ട് വർദ്ധിച്ചത് എന്നാണ്. ഈ രീതിയിൽ ആ സമയത്ത് പ്രസ്താവന നടത്തുകയും BJPയേക്കാൾ വലിയ ഒരുതരം ഭൂരിപക്ഷ പ്രീണന നയം CPM സ്വീകരിച്ച് നമ്മൾ കണ്ടു. ഗണേശോത്സവം നടത്തി, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്തി, അതിനുശേഷം ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ വെച്ച് ജാഥ നടത്തി. അത് വിവാദമായപ്പോ ഒരുതരം CPM ചെയ്യേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. ആ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരുടെ പക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരം
ഇത്തരം സാമുദായിക പ്രീണനങ്ങൾ എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. അതിൽ പരാജയപ്പെട്ടപ്പോൾ പുതുതായി ഉണ്ടായ രാഷ്ട്രീയത്തിൽ ഒരുതരം ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കളയാം എന്ന ഒരു ലൈനിലാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹമാകട്ടെ മതേതര സമൂഹമാകട്ടെ കൃത്യമായി ജനാധിപത്യ ബോധമുള്ളവരാണ്, കാഴ്ചപ്പാടുള്ളവരാണ്, അവർ സംഘടിതരാണ്. അവർക്ക് CPM-ന്റെ ഈ താൽക്കാലികമായിട്ടുള്ള ഈ പ്രീണന നയങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാകും. ആ കാര്യത്തിൽ നടത്തുന്ന ചില ഒരുപാട് CPM-നെ ന്യായീകരിക്കാൻ, ഇടതുപക്ഷത്തെ ന്യായീകരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് തറാവീഹ് നമസ്കാരം. സമസ്തയ്ക്ക് ഇപ്പോൾ പ്രാമുഖ്യം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. സമസ്തയ്ക്ക് എപ്പോഴാണ് പ്രാമുഖ്യമില്ലാത്തത്? കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തിയ പ്രസ്താവനയെ ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഇന്ന് സമസ്തയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായി ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്ത ഒരു നിലപാടാണ് സമസ്ത ഇക്കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത് മുസ്ലിം ലീഗിനെതിരാണ്, അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് CPM-ന്റെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും ആവശ്യമാണ്. തീർച്ചയായിട്ടും ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ് അത് വരുന്നത് എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. തിരിച്ചെത്താം അഡ്വക്കേറ്റ് PM സാദിഖലി. ശ്രീ സത്താർ പന്തല്ലൂർ, എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തിനകത്തു നിന്ന് മുസ്ലിം സംഘടിത രാഷ്ട്രീയ ശക്തിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങൾ മുസ്ലിം സംഘടനകളെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ചരിത്രങ്ങളുണ്ട്. പലതും അതിൽ മിക്കതും പാഴായി പോവുകയോ പരാജയപ്പെടുകയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ശ്രീ കാന്തപുരത്തെ വെച്ചുകൊണ്ട് ആ ശക്തികൾ തന്നെ പുതിയൊരു ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു നിരീക്ഷണം അതിനും സാധ്യതയില്ലേ? കാന്തപുരത്ത് വെച്ചുകൊണ്ട് നിലവിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ അങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും അദ്ദേഹത്തിനുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ വോട്ട് ബാങ്കിനെ കുറിച്ചുമൊക്കെ ഒരു ധാരണയുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം സമസ്തയിൽ നിന്ന് മാറിപ്പോയതിനു ശേഷം ഈ നിമിഷം വരെ ആകെ ഒരു തവണ മാത്രമേ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇരു മുന്നണികളുടെയും നേതാക്കളുടെ അടുത്ത് പോയിട്ട് പറയും, ഈ തവണ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറയും. അത് അപ്പുറത്തും പോയി പറയും. എന്നിട്ട് ജയിച്ച ആളെ വിളിച്ച് അഭിനന്ദിക്കുകയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന വളരെ തരംതാകുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കാറുള്ളത്. അത് ഇവിടുത്തെ ഇരു മുന്നണികൾക്കും നേതാക്കൾക്കും അറിയാവുന്നതാണ്. പിന്നെ ഒരു പരസ്യമായ വിമർശനത്തിനും മറ്റും മുതിരാത്തത് അത് അവരുടെ ഒരു മാന്യതയും സത്യസന്ധതയുമാണ്. അതൊക്കെ തിരിച്ചറിയുന്ന കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഈ സംഘടനയ്ക്ക് പിന്നിൽ അങ്ങനെ ചില ആളുകൾ പ്രവർത്തിക്കുന്നു എന്നൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ശ്രീ സത്താർ പന്തല്ലൂർ, താങ്കളോട് ഇതുകൂടെ ചോദിക്കേണ്ടി വരും ഈ ഘട്ടത്തിൽ. നേരത്തെ ശ്രീ PT റഹീം സൂചിപ്പിക്കുകയായിരുന്നു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റേതായി വന്ന ഒരു മാധ്യമ വാർത്ത. അദ്ദേഹത്തിന്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ അല്ലെങ്കിൽ വളച്ചൊടുക്കുകയോ ഒക്കെ ചെയ്തു എന്ന് വിശദീകരണവും പിന്നീട് വരികയുണ്ടായി. പക്ഷെ ആ വിശദീകരണം വന്നതിൽ പോലും പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ചും അതിന് ന്യൂനപക്ഷങ്ങൾ പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണെന്നാണ് PT റഹീം പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയെക്കുറിച്ചോ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയെക്കുറിച്ചോ ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ സ്വീകാര്യതയെക്കുറിച്ചോ ഒന്നുമല്ല ഹമീദ് ഫൈസി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇന്ന് രാജ്യത്ത് ഭീഷണിയായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഫാഷിസത്തെ പ്രതിരോധിക്കുന്നതിൽ പല ആളുകളും അതിൽ പലതായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. CPM-ഉം അതിൽ ആർജവം കാണിക്കുന്നുണ്ട്. അത് അഭിനന്ദനാർഹമാണ് എന്നൊരു വരിയാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് പറഞ്ഞത് എന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ചേർന്ന് നിൽക്കലാണ് ന്യൂനപക്ഷങ്ങൾക്ക് അഭികാമ്യം എന്നുകൂടി അദ്ദേഹം ചേർത്ത് പറയുന്നു. അതൊരിക്കലും രാഷ്ട്രീയമായൊരു നിലപാടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണക്കണമോ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഫാഷിസത്തിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത കോണുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മൂവ്മെന്റുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയ രംഗത്തുണ്ട്, സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ ഭാഗത്ത് നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ വ്യത്യസ്ത രീതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫാഷിസ്റ്റ് വിരുദ്ധ മൂവ്മെന്റുകളിൽ CPM-ഉം ആർജവം കാണിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള ഇടതുപക്ഷത്തിനുള്ള ഒരു പിന്തുണയൊക്കെ ആക്കി ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി പലരും ശ്രമിക്കുന്നതിനിടയിലാണ് സത്യത്തിൽ ഇങ്ങനെ വീണ്ടും ഒരു വിശദീകരണത്തിന് വരേണ്ടി വന്നത്. അതാണ് അതിന്റെ വസ്തുത. അത്രേ ഉള്ളൂ അതിലെന്നാണ് പറയുന്നത്. ശ്രീ PM സാദിഖലി, താങ്കൾ അങ്ങനെ കരുതുമോ? മുസ്ലിം ലീഗിനെതിരെ എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തിനകത്തു നിന്ന് ചെറു ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഇടതുപക്ഷം അടക്കമുള്ള മുസ്ലിം ലീഗ് വിരുദ്ധ രാഷ്ട്രീയ സംഘങ്ങളുടെ പരിപാടിയായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ സംശയിക്കുന്നവരുണ്ട്. അവരാണ് പറയുന്നത് മുസ്ലിം ലീഗിന് ഒരു ബദൽ, അതാണ് കാന്തപുരം ഉണ്ടാക്കാൻ പോകുന്ന സംഘം എന്നുള്ള വിധത്തിൽ പ്രചരണം നടത്തുന്നത്. താങ്കൾ എങ്ങനെയാണ് കരുതുക? മുസ്ലിം ലീഗിന് ഒരു ബദൽ ഉണ്ടാക്കുക എന്നത്
പല കാലത്തും പല കോണുകളിലും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ പരാജയപ്പെട്ടതാണ്, തുടക്കം മുതൽ തന്നെ പരാജയപ്പെട്ടതാണ്. ഏതെല്ലാം നമുക്കറിയാം. ഞാൻ ആ ചരിത്ര ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു സാമുദായിക രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ കേരളത്തിൽ അതിശക്തമായ വേദികളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മറ്റുള്ളവർക്ക് അസൂയാർഹമായ രീതിയിലാണ് അതിന്റെ പ്രവർത്തനം. സമുദായത്തിനകത്തും പുറത്തും ഉള്ളവർക്ക് എല്ലാവർക്കും അസൂയ വരുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. മുസ്ലിം ലീഗിന്റെ ഈ രാഷ്ട്രീയ ശൈലി കൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ സംഘാടനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രശ്നമുണ്ട്. അവർ പലപ്പോഴും മുസ്ലിം ലീഗിനെ എതിർത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് അകത്ത് നിന്നുകൊണ്ട് മുസ്ലിം ലീഗിനേക്കാൾ അതിവൈകാരികതയും തീവ്രവാദവും ഉണ്ടാക്കുന്നതിന് ശ്രമങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അവരുടെയും ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. അതിനപ്പുറം ഇപ്പോൾ മത സംഘടനകൾക്കിടയിൽ മത സംഘടനകൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കാമെന്ന് പറയുന്ന ശ്രമം പുതിയതല്ല, മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത്തരം ശ്രമങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അതിനെയൊക്കെ മറികടക്കാൻ ഇവിടുത്തെ മതസംഘടനകളും മഹാഭൂരിപക്ഷം വരുന്ന മതസംഘടനകളും സമുദായത്തിന് അകത്ത് വേരുകളുള്ള പ്രബല സംഘടനകളും ഒക്കെ അവരെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിലും അവരുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക്, രാഷ്ട്രീയമായ അവകാശങ്ങൾക്ക് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്നതിനും നേതൃത്വം നൽകുന്നതിനും മുസ്ലിം ലീഗിനാണ് സാധിച്ചിട്ടുള്ളത്. അവരെല്ലാവരും മുസ്ലിം ലീഗിനെ ഉൾക്കൊള്ളുന്നവരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മതസംഘടനകൾ ഒരിക്കലും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. മതസംഘടനകൾ രാഷ്ട്രീയമാകുകയല്ല വേണ്ടത്, മറിച്ച് രാഷ്ട്രീയ സംഘടനയിലേക്ക് മതദർശനങ്ങളും തത്വങ്ങളും കൊണ്ടുവരികയാണ് വേണ്ടത്. അതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇത് സംബന്ധമായി പറയാനുള്ളത്. മതത്തിന്റെ മൂല്യങ്ങളെ രാഷ്ട്രീയ പ്രവർത്തകർ സ്വീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, അല്ലെങ്കിൽ അതാണ് അഭികാമ്യം എന്നാണ് അങ്ങ് പറയുന്നത്. ഒരു ഇടവേള കൂടി വേണ്ടി വന്നിരിക്കുന്നു. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ വ്യത്യസ്തമായ രാഷ്ട്രീയ കോണുകളിലുള്ള ആളുകൾ, സാദിഖ് അലി സാഹിബ്, അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരൊക്കെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരണങ്ങളും കൂടുതൽ ഇടപെടലുകളും ഉടൻ തന്നെ നമ്മുടെ ക്ലാസ് റൂമിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. സുലൈമാൻ മുസ്ലിയാരും അതുപോലെ തന്നെ കാന്തപുരവും അതുപോലെ തന്നെ പേരോടും പൊന്മളയും എൻ അലി അബ്ദുള്ള സാഹിബുമൊക്കെ ഉടൻ തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പോ ഇവരൊക്കെ പറഞ്ഞു വരുന്നത്, ഇപ്പോ ബഹുമാനപ്പെട്ട പി ടി റഹീം സാഹിബ് ഒക്കെ നമ്മോട് സൂചിപ്പിച്ചത്, ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ സങ്കുചിതമായ സംവിധാനങ്ങളെ ഒഴിവാക്കി. അതിലൊരു കാര്യം നേരത്തെ പറഞ്ഞത് കേരള മുസ്ലിം ജമാഅത്ത് എന്നുമായി ബന്ധപ്പെട്ട കാര്യത്തെ അദ്ദേഹം സൂചിപ്പിച്ചു. പക്ഷേ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വളരെ രസകരമായ ഒരു ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നമ്മുടെ ക്ലാസ് റൂമിലൂടെ കേൾക്കാൻ പോവുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ഉണ്ടായിക്കണപ്പോ അതിന് ഉണ്ടാകാൻ പോണുള്ളൂ. അതിന്റെ ഭാഗമായ കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ കുട്ടി പിറവിയെടുക്കപ്പെട്ടിട്ടുണ്ട്, ഉമ്മ ഇനി ജനിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് കാന്തപുരം പറയുന്ന വളരെ രസകരമായ കാന്തപുരത്തിന്റെ ഹിമാലയൻ വിഡ്ഢിത്തങ്ങളിൽ ഒന്നുകൂടി ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് നേരിട്ട് തന്നെ കേൾക്കാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാകും എന്ന് നമ്മൾ ഇപ്പോ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ വളരെ രസകരമായ പല സംഭവങ്ങളും ഇൻഷാ അല്ലാഹ് വളരെ മനോഹരമായി തന്നെ നമ്മുടെ ക്ലാസ് റൂമിലൂടെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഇന്ന് ആസ്വദിക്കാം എന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു തരുന്നു. തള്ള ജനിക്കാനിരിക്കുന്നേ ഉള്ളൂ, കുട്ടിയപ്പത്തിന് പറന്നു കഴിഞ്ഞു, ഇനി കുട്ടിയിൽ നിന്നാണ് തള്ള പിറക്കേണ്ടത്. അതൊക്കെ നമുക്ക് കാണാം. അതങ്ങനെ തന്നെയാണല്ലോ, അല്ലേ? മുമ്പും അങ്ങനെ തന്നെയാണ്. 40 വയസ്സായ SSFന് 23 വയസ്സായ തള്ള ഉണ്ട് എന്ന് പറയുമ്പോ, അല്ലേ, 40 വയസ്സായ SSF അവരുടെ തള്ള സംഘടനക്കോ അവരുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമക്കൊക്കെ പ്രായത്രേ 23 വയസ്സ് അല്ലെങ്കിൽ 24 വയസ്സ്. ആ സമയത്താണ് അവരുടെ വിദ്യാർത്ഥി സംഘടന, വിദ്യാർത്ഥി ജനസംഘടനയായ SSF 40ാം വാർഷികം ആഘോഷിക്കുന്നത്. അതുപോലെ ഇപ്പോ ഇവരുടെ കേരള ഘടകം, ആ കേരള ഘടകം എന്ന് പറയുന്നത് ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമാണ്. ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ഇനി രൂപീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ അതിന്റെ ഘടകം രൂപീകൃതമായിട്ടുണ്ട് എന്ന് പറയുന്ന
ഹിമാലയൻ ബ്ലണ്ടർ, ഹിമാലയൻ വിഡ്ഢിത്തം ഇൻഷാ അള്ളാ ഇപ്പോ അടുത്ത് തന്നെ വളരെ താമസിയാതെ നമ്മുടെ ക്ലാസ് റൂമിലൂടെ നിങ്ങൾക്കത് കേൾക്കാം. കാന്തപുരം ഉസ്താദ് തന്നെ നേരിട്ട് വന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അതിന്റെ ഗാംഭീര്യം വർദ്ധിക്കും, ശബ്ദമാനോഹരിതയും കുറച്ചുകൂടി കൂടും. ചെറുപ്പത്തിലെ എന്താ മുപ്പത് വല്ല മൈക്രോഫോണും അല്ലേ വല്ല ആംപ്ലിഫയറും മുണങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് ചെറുപ്പത്തിൽ, അമ്മാരി ശബ്ദം. ഏതായാലും അത് നമ്മളെ ക്ലാസ് റൂമിലുള്ള അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ ഇൻഷാ അള്ളാ നമുക്ക് കേൾക്കാം. അപ്പോൾ കുറച്ചുകൂടി അതിന് അതിൻ്റെതായ ഒരു മനോഹരിത ഉണ്ടാവും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ചുമ അടക്കം ഉണ്ടാവും. അത് ഈ മൂപ്പര് പ്രത്യേകമായിട്ട് കാര്യമായ പ്രസംഗത്തിലൊക്കെ ചുമ ഉണ്ടാവും. കാരണം ചുമ എന്ന് പറയുമ്പോൾ മൂപ്പർക്ക് നുണ പറയുന്നതിന് മുമ്പ് ഒന്ന് ചുമക്കും, നുണ പറയുന്നതിന് മുമ്പ് ഒന്ന് ചുമക്കും മൂപ്പര്. അത് മൂപ്പരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടേ പറയുള്ളൂ. അത് ഒരു പക്ഷേ ഏതായാലും ഇവര് സത്യത്തിൽ ഇപ്പോ ഇവരുടെ ഈ കേരള മുസ്ലിം ജമാഅത്ത് സത്യത്തിൽ ഇപ്പോ മുടി കുടുങ്ങിയതാണ്. ഇത് ഇപ്പോ ഓക്കെ ലൈവ് എത്തി സംഘവുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. മുസ്ലിം ലീഗിനൊരു ബദൽ എന്നുള്ളത് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് വിരുദ്ധ രാഷ്ട്രീയ സംഘത്തിന്റെ അജണ്ടയായിരുന്നു, അവരുടെ ലക്ഷ്യമായിരുന്നു. കാന്തപുരത്തെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ശ്രമത്തിനുള്ള ഒരു പുറപ്പാടാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കാന്തപുരത്തിന് വെച്ചുകൊണ്ട് എന്നുള്ള വാക്കിനൊന്നും അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. കാന്തപുരം എന്ന് പറയുന്നത് സ്വന്തമായ വ്യക്തിത്വമുള്ള ഒരു അസ്തിത്വമുള്ള ഒരു സംഘടനയുടെ സമുന്നതനായ ഒരു നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആർക്കെങ്കിലും വെച്ചുകൊണ്ടൊന്നും ഉണ്ടാക്കാൻ കഴിയുമെന്ന ആ ശൈലിയോട് വിയോജിപ്പുണ്ട്. ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ ഓരോരുത്തരും ഓരോ പാർട്ടി, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പത്രം ഉള്ളതുപോലെ, ഓരോരുത്തർക്കും ഓരോ മാഗസിൻ ഉള്ളതുപോലെ, അതുപോലെ പലതും ഉള്ളതുപോലെ ഓരോരുത്തരും ഓരോ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമുദായത്തിന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ളതായ സാധ്യത വളരെ കുറയും. കഴിഞ്ഞ ദിവസം വടക്കേന്ത്യയിൽ നിന്നുള്ളതായ ഉന്നതനായ നേതാവ് ഇവിടെ ഒന്ന് പ്രസംഗിച്ചതിന് റിപ്പോർട്ട് ഞാൻ മാധ്യമ പത്രത്തിൽ വായിച്ചു. യഥാർത്ഥത്തിൽ പോപ്പുലേഷൻ അനുസരിച്ച് 77 മെമ്പർ ഉണ്ടാവേണ്ട പാർലമെന്റിൽ മുസ്ലിങ്ങൾക്ക് 20 ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യുന്ന പത്രം പോലും സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് വെൽഫെയർ എന്ന പാർട്ടി ഉണ്ടാക്കുന്നു, SDP ഉണ്ടാക്കുന്നു, എല്ലാവരും ഉണ്ടാക്കുന്നു. കാന്തപുരം ഉസ്താദിനും അതുപോലെ തന്നെയുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അതിന്റെ പേര് മുസ്ലിം ജമാഅത്ത് എന്നൊക്കെ ആക്കുന്നതിന് പകരം ഒരു സെക്യുലർ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പാർട്ടി ആവശ്യമാകുമ്പോൾ പൊളിറ്റിക്സ് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇപ്പൊ SDP ഉണ്ടാക്കിയതുപോലെ പിന്നെ പോപ്പുലർ വെൽഫെയർ പോലെ ഒരു സെക്യുലർ പേരോട് കൂടി ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും പാർട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കൂല. എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു സംഘടനയിൽ അതിനോട് സഹകരിച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ രീതി പ്രായോഗികം. അതിനർത്ഥം മുസ്ലിം ലീഗിന് എല്ലാ നിലത്തുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കലോ, മുസ്ലിം ലീഗ് മതിയെ പറയലോ, മുസ്ലിം ലീഗ് മാത്രമാണ് ശരി എന്ന് പറയലോ അല്ല. എല്ലാവിധ പോരായ്മകളോടും കൂടി ഒരു ഐക്യം ഉള്ളതുകൊണ്ട് മുസ്ലിം ലീഗിന് ഏതാണ്ട് 10-20 മെമ്പർമാരെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞു. പാർലമെന്റിലെത്തുമ്പോൾ ആളുകളെ അയക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ. പക്ഷെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ച വേണം. കാന്തപുരം അവർക്ക് മുസ്ലിംക്ക് ഒരുപാട് പരാതികളുണ്ട്. ആ പരാതിക്ക് അടിസ്ഥാനമായ സംഗതികൾ പരിഹരിക്കാൻ അത് എന്താണോ തടസ്സം, ആ തടസ്സങ്ങൾ മാറ്റേണ്ടതുണ്ട്. അല്ലാതെ അദ്ദേഹത്തോട് കുമ്പിട്ട് സാക്ഷാത്കാരം കൊണ്ട് വന്നാൽ എടുക്കാം എന്നുള്ള രീതിയിലുള്ളതായ ശൈലി നടക്കൂല. അപ്പോൾ സമുദായത്തിന് അതിന്റെ ഇപ്പോഴത്തെ രീതിയിൽ വേണ്ടത് മതേതര ശക്തികളെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഒന്നുകിൽ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ലയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനോട് സഹകരിച്ചുകൊണ്ടോ ഉള്ളതായ ഒരു മുന്നേറ്റം മാത്രമായിരിക്കും പ്രായോഗികം. അല്ലെങ്കിൽ ശിഥിലമായാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരി, ശ്രീ അബ്ദുള്ള, നമുക്കറിയാം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ എല്ലാ സംഘടനകളുടെയും പേരിനോട് ചേർത്ത് സുന്നി ചേർത്ത് വെക്കാറുണ്ട്. ഇവിടെ അതും ചേർത്ത് വെക്കുക എന്നതിനെ താങ്കൾ മറ്റൊരർത്ഥത്തിൽ കാണില്ല എന്ന് കരുതുന്നു. ഇവിടെ അദ്ദേഹം മുസ്ലിം എന്ന വിശാലമായ അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ സംഘത്തിന് പേര് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ വിശാലമായ തലത്തിലേക്ക് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? അല്ല, മുസ്ലിം എന്ന പേര് അദ്ദേഹം സുന്നി എന്ന വാക്ക് ഒഴിവാക്കി മുസ്ലിം എന്ന പേര് സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ ഒരു മതേതര സാമൂഹിക ഘടനയിൽ അതൊരു വലിയ വിശാലത എന്ന് പറയാൻ കഴിയില്ല. മുസ്ലിം എന്ന ഇപ്പൊ നമുക്ക് വർഗീയമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സെക്യുലർ നാമം സ്വീകരിക്കുക എന്നതാണ് ആവശ്യമായിട്ടുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും സംഘടനകളുമായി സഹകരിക്കുന്നതിന് മുന്നിൽ ഈ പേര് തടസ്സമായി മാറും. അതുകൊണ്ട് അദ്ദേഹം വിശാലമായി ചിന്തിച്ചു എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കുറെ കൂടി വിശാലമായി ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം ഉണ്ടാക്കുക തന്നെ ചെയ്യുമെങ്കിൽ, ചെയ്യേണ്ട എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ചെയ്യാതിരിക്കില്ല. അങ്ങനത്തെ ഘട്ടത്തിൽ കുറേയും കൂടി സോഷ്യലായ അല്ലെങ്കിൽ കുറെ കൂടി സെക്യുലറായ
ഒരു പേരിലേക്ക് അദ്ദേഹം മാറണം. മുസ്ലിം എന്നത് വളരെ ഇടുങ്ങിയ സങ്കുചിതമായ ഒരു രൂപകൽപ്പനയായിട്ട് മാത്രമേ സമൂഹത്തിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ശരി, ഞാനത് ചോദിക്കാൻ കാരണം അദ്ദേഹം നിലവിൽ മുസ്ലിം സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളുമായി മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ തബ്ലീഗ് തുടങ്ങിയ വിഭാഗങ്ങളുമായി വേദി പങ്കിടാനോ അല്ലെങ്കിൽ അവരുമായി ഇടപഴകാനോ പാടില്ല എന്ന് കണിശമായി വാദിക്കുന്ന ആളാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ചെറിയ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നത് ശുഭപ്രതീക്ഷയാണോ നൽകുന്നത്? അല്ല, അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാകുന്നതോടുകൂടി പണ്ട് കാലത്ത് ഒരു മതസംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വീകരിച്ച ചില ശാഠ്യങ്ങളുണ്ടാവും. അതൊക്കെ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നത് ഉറപ്പ് തന്നെയല്ലേ. ഇപ്പൊ ആരും രാഷ്ട്രീയത്തിൽ ഒന്നും തന്നെ ഇന്നലത്തെ ശരി, ഇന്നത്തെ തെറ്റ്, നാളത്തെ ശരി, ഇങ്ങനെയാണല്ലോ രാഷ്ട്രീയം. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ ഒരു മതസംഘടന, സാംസ്കാരിക സംഘടന ഉണ്ടാക്കുമ്പോൾ സ്വീകരിച്ചതായ നിലപാട് അത് തന്നെ രാഷ്ട്രീയ പാർട്ടി തോന്നുകൊള്ളണമെന്നില്ല. പലപ്പോഴും പല നീക്കുപോക്കുകളുടെയും ഭാഗമായിക്കൊണ്ട് ഒരുപക്ഷെ BJPയോട് വരെ സഹകരിക്കുന്നതായ ഒരു സമീപന രീതി ഈ അദ്ദേഹത്തിൽ നിന്ന് മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കണം. ശരി, ഇതുകൂടെ പറഞ്ഞുകൊണ്ട് അങ്ങയിൽ നിന്ന് അവസാനിക്കാം. ആത്യന്തികമായി അങ്ങ് എന്താണ് കരുതുക? ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെടാനുള്ള സാധ്യത, അഥവാ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തകരോട്, വേണ്ടി വന്നാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങും, അല്ലെങ്കിൽ ഇടപെടേണ്ടടുത്ത് ഇടപെടും, സമ്മർദ്ദ ശക്തിയാവേണ്ടടുത്ത് അങ്ങനെ ചെയ്യും എന്നൊക്കെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ ശക്തിയായി വളർന്നു വരിക എന്നത് തന്നെയായിരിക്കും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന് പറയുന്ന അതേ വാക്കുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അദ്ദേഹം നാളത്തെ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സംഘടന ഉണ്ടാക്കാൻ കാന്തപുരം മതത്തിൽ മുസ്ലിയാർക്ക് ഒരു സന്ദർഭം കിട്ടുകയും അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. നമ്മൾ സ്വപ്നം കാണാനാണല്ലോ നമ്മൾ അബ്ദുൽ കലാമിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞത്. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി പദം സ്വപ്നം കാണാനും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനും പോലുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് അദ്ദേഹം മാറ്റണം. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ അബ്ദുള്ള, ഈ ഘട്ടത്തിൽ താങ്കളുടെ വിലയേറിയ പ്രതികരണങ്ങൾ അറിയിച്ചതിന്. കൊണ്ടവരുടെ വേളാണ്. വളരെ വേഗം തിരിച്ചു വരാം. പക്ഷെ അയാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അയാൾ സ്വപ്നം കാണാനുള്ള കുത്തക അദ്ദേഹം ചില ആളുകൾക്ക് പതിച്ചു നൽകിയത് കൊണ്ട് അദ്ദേഹം ഇപ്പോൾ തൽക്കാലം കാണുന്നില്ല. പകരം ഇയാൾ മുഖ്യമന്ത്രിയായതും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക കരപ്പോ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് മുതൽ അല്ലേ. ഇത് എന്ത് പേരുകൾ ഇട്ടിട്ടും കാര്യമില്ല. നിങ്ങൾ എന്ത് കേരള മുസ്ലിം ജമാഅത്ത് എന്ത് നല്ല പേരുകൾ സ്വീകരിച്ചിട്ടും കാര്യമില്ല. കാരണം കെ കണ്ട കള്ളാന്നും എം കണ്ട മുടിയെന്നും ആണ് ആൾക്കാർ അർത്ഥം വെക്കുക. KMJ എന്ന് പറഞ്ഞാൽ കള്ളമുടി ജമാഅത്ത് എന്നാണ് ആൾക്കാർ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ എന്തുണ്ടാക്കിയിട്ട് എന്താ കാര്യം? എന്ത് സംഘടന ഉണ്ടാക്കിയാലും ആരെപ്പത് ഉണ്ടാക്കി ആരപ്പോ കേരള മുസ്ലിം ജമാഅത്ത്? അത് നമ്മൾ ആ മുടി കൊടുന്നില്ലേ, കള്ളമുടി, അയാളതാണ്, ആ മൂല്യതാണ് അല്ലേ? അതപ്പോ പ്രകടനം, അത് നമ്മൾ ആ കള്ളമുടി കച്ചവടല്ലേ, ആ വെള്ള കച്ചവടക്കാരൻ, ആ മൂല്യതാണ്, ആ കാക്കാന്റെയാണ്. ഇങ്ങനെ പറയല്ലാതെ നിങ്ങൾ ഇനി എന്ത് തുടങ്ങിയാലും ഇപ്പൊ നിങ്ങളിപ്പോ നോളജ് സിറ്റി, അതിപ്പോ നോളജ് സിറ്റി അത് നമ്മൾ ആ കള്ളമുടി കൊടുന്നില്ലേ, ആ വ്യാജമുടി കൊടുന്നില്ലേ, റസൂലുള്ളാന്റെ പേരിൽ വ്യാജമുടി ഉണ്ടാക്കില്ല, ആ കാക്കാന്റെയാണ് അറിയും. ആ യൂനാനി കോളേജ് ആ കള്ളമുടി കൊടുന്നില്ലേ, വ്യാജമുടി, ആ കാക്കാന്റെയാണ് അറിയും. ഇങ്ങനെ എന്ത് നിങ്ങൾ പറഞ്ഞാലും കൊണ്ടുവന്നാലും ഒക്കെ ആളുകൾ ചിന്തിക്കുന്നത് ഈ കള്ളമുടിയായിരിക്കും. അപ്പൊ ഇത് മറച്ചു വെക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സംവിധാനങ്ങളൊക്കെ സത്യത്തിൽ ഈ വ്യാജമുടി കൂടുതൽ വെളിവാക്കുകയായിരിക്കും ചെയ്യാം. അത് നിങ്ങളെ കൂട്ടത്തിലുള്ള സമയത്തോളം കാലത്തോളം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നത്, അങ്ങനെ ചിന്തിക്കുന്നത് വളരെ മൂഢന്മാരുടെ സ്വർഗത്തിലാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. കാരണം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കള്ളമുടി കൊണ്ടല്ലായിരുന്നില്ല നിങ്ങളുടെ ലക്ഷ്യം എന്ന് 1989 ഡിസംബർ 21 വ്യാഴാഴ്ച 1 മണിക്ക് അബ്ദുറഹ്മാൻ തെർവായും അതുപോലെ തന്നെ അബ്ദുസ്സമദ് അൽ കാത്തിബിന്റെയും കൂടെ നിങ്ങൾ ഒപ്പുവെച്ച വിശാല മുസ്ലിം ജമാഅത്തിന്റെ ആ കുവൈത്ത് കരാറിന്റെ ബാക്കി പത്രം തന്നെ അത് വിളിച്ചു പറയുന്നതാണ്. അത് കൊണ്ടുവന്നതൊരു ചർച്ചയാക്കി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ ഓരോന്നും മുജാഹിദിനും ജമാഅത്തിനും അനുസരിച്ച് ഓരോന്ന് തകർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചർച്ച ഉടൻ ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ സാഹിബും അതുപോലെ തന്നെ PT റഹീം സാഹിബും ഉടൻ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ സുലൈമാൻ മുസ്ലിയാർ കാന്തപുരം അതുപോലെ തന്നെ പൊന്മള പേരോട് തുടങ്ങി ഖലീൽ ബുഖാരി തങ്ങളുടെ ലോക പച്ചക്കള്ളം കൊണ്ട് അവരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന്റെ വ്യക്തമായ തെളിവുകളുമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് അന്ന് നിങ്ങൾ നടത്തിയ ചർച്ചയുടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സാധാരണക്കാരനാക്കി കൊടുക്കാമെന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ, കാരണം അവിടെയാണല്ലോ വിഷയങ്ങളെ മാനദണ്ഡം കിടക്കുന്നത്. പ്രവാചകരുടെ വഫാത്തിന് മുമ്പും ശേഷവും എന്ന ചർച്ച തന്നെ വഹാബീസത്തിന്റെയും മൗദൂദിസത്തിന്റെയും അടിത്തറയാണ്. മഹാന്മാരുടെ വഫാത്തിന് മുമ്പ് അവരുടെ ശക്തി എത്ര, വഫാത്തിന് ശേഷം അവർക്ക് എന്തെങ്കിലും കഴിയുമോ, ഈ ചർച്ച തന്നെ കൊണ്ടുവരുന്നത് വഹാബികളും അതുപോലെ തന്നെ ഇവിടുത്തെ മൗദൂദികളാണ്. ഈ ചർച്ചയിലേക്ക് ഈ മുടിയുമായി നിങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നത്, ഇത് സത്യത്തിൽ ഒരു ദിവസം ഇങ്ങനെ 1900 2004 2005 ഒരു ദിവസം നിങ്ങൾക്ക് തോന്നിയൊരു ബുദ്ധിയുടെ ബാക്കി പത്രമല്ല. അതിന്റെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് 10, 15, 20 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 10, 15 വർഷങ്ങൾക്ക് മുമ്പ് 1989 നിങ്ങൾ നടത്തിയ ചർച്ചയുടെ ബാക്കി പത്രമാണിത്. അത് ഓരോ കാര്യങ്ങളും അതുമായി നമ്മൾ ഈ മുടി കൊണ്ടുവന്നപ്പോ ആരെങ്കിലും ഇത് 1989 ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഈ മുടി കൊണ്ടുവന്നപ്പോ ഇദ്ദേഹം കൂടുതൽ സുന്നത്ത് സത്താർ ബന്ദലൂർ സാഹിബ് നിൽക്കുകയാണ് കേരളം. ഈ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വന്നതിന്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലടക്കം വളരെ വലിയ തോതിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇടതുപക്ഷത്തോട് ചേരാൻ വേണ്ടി ആഹ്വാനം നൽകിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു വിശദീകരണം താങ്കളിൽ നിന്നുകൂടെ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഹമീദ് ഫൈസി ചാനലിൽ നൽകിയ അഭിമുഖം ഒരിക്കലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമല്ല. രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ മൂവ്മെന്റുകൾ, അത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട്, സാംസ്കാരിക സാഹിത്യ മേഖലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഈ ഫാഷിസ്റ്റ് വിരുദ്ധ മൂവ്മെന്റുകളെ മൊത്തത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഇത്തരം മൂവ്മെന്റുകളെ പ്രതിരോധിക്കുന്നതിൽ, അതിനെതിരായ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നതിൽ CPM-ഉം ആർജവം കാണിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു പോയതാണ്. CPM ആർജവം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും അത് ചെയ്യുന്നില്ല എന്നതിനർത്ഥമില്ല. അതിനെയാണ് തെരഞ്ഞെടുപ്പിനുള്ള ഇടതുപക്ഷത്തിനുള്ള പിന്തുണയായിട്ടൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിലും മറ്റു മീഡിയകളിലൊക്കെ അത് വന്നിട്ടുള്ളത്. അല്ലാതെ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു നിരീക്ഷണവുമല്ല. മാത്രമല്ല, ഇവിടെ നടക്കാനിരിക്കുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. കൂടുതലും പ്രാദേശിക വിഷയങ്ങൾക്കും വികസന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ, ദേശീയ തലത്തിൽ നടത്തേണ്ട മൂവ്മെന്റുകളെ അതിന്റെ സാഹചര്യത്തിന് അടർത്തി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുക എന്ന് പറഞ്ഞ രാഷ്ട്രീയമായ പല താല്പര്യക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അല്ലാതെ അതിൽ രാഷ്ട്രീയമായ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവും ഹമീദ് ഫൈസിയുടെ പ്രസ്താവനയ്ക്കില്ല. സത്താർ പന്തലൂർ, ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നത സമസ്തയും മുസ്ലിം ലീഗും നിലനിൽക്കുന്നുണ്ട്? അങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അത് ചോദിക്കുന്നത്. അത് രാഷ്ട്രീയ അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. സമസ്ത കേരള ജമിയത്തിന് വളരെ വ്യത്യസ്തമായ അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സംഘടന. സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF-ന്റെ ചില നേതാക്കന്മാർ, തുറന്ന് പറയുന്നതിൽ ക്ഷമിക്കുക, അങ്ങനെയുള്ള ചില പ്രചരണങ്ങൾ, ഈ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രചരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. കാര്യം എല്ലാവരും പത്രവായനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ചാനൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ടാണ് പറയുന്നത്, SKSSF-ന്റെ ചില നേതാക്കന്മാർ, അതിൽ ചിലപ്പോഴൊക്കെ അങ്ങയുടെ പേരും കേൾക്കാറുണ്ട്, ഒരു ലീഗ് വിരുദ്ധ മനോഭാവമുള്ളവരാണ്, ലീഗിനെതിരെ വരുന്ന ഏതൊരു നീക്കത്തിനും അവർ ബലമേകുന്നവരാണ് എന്ന തരത്തിലുള്ളൊരു പ്രചരണം. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ദീർഘകാലത്തെ ആ ബന്ധം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ബന്ധം മാത്രമല്ല, സമസ്തയിലെ മഹാഭൂരിപക്ഷം ആളുകളും മുസ്ലിം ലീഗിലെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ധാരാളം മുസ്ലിം ലീഗുകാർ സമസ്തയിലും പ്രവർത്തിക്കുന്നവരാണ്. ആ അർത്ഥത്തിലുള്ളൊരു ബന്ധം, അതൊരു വൈകാരിക ബന്ധമുണ്ട് തീർച്ചയായിട്ടും. ആ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി അത് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങൾ പല കാലങ്ങളിലായി പല രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രചരണം എന്നതിനേക്കാളപ്പുറം ഒരു ലീഗ് വിരുദ്ധ മൂവ്മെന്റ് ഒന്നും സമസ്തയിലോ കീഴ്ഘടകങ്ങളിലോ ഇല്ല. പക്ഷേ മുസ്ലിം ലീഗിന്റെ ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ചില പാർട്ടിയുടേതല്ല, ചില പാർട്ടിയിലെ വ്യക്തികളുടെ ചില നിലപാടുകളോ പ്രസ്താവനകളോ പ്രസംഗങ്ങളോ ഒക്കെ നമുക്ക് വിയോജിപ്പുള്ളതുണ്ടെങ്കിൽ
അത് തുറന്നു പറയാറുണ്ട് എന്നതിനേക്കാൾ അപ്പുറം അതൊരു പാർട്ടി വിരുദ്ധ നിലപാടായിട്ട് ഒരിക്കലും അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഒരുപക്ഷെ മുസ്ലിം ലീഗ് വേറൊരു പാർട്ടിയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ചാൽ അത് സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക സ്വാഭാവികമായും SKSFന്റെയോ സമസ്തയുടെയോ ഒക്കെ ബാധ്യതയാണ്. അത് പറയുമ്പോൾ ഇവർ സമസ്ത ലീഗിനെതിരാണ് എന്ന വിധത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഈ പ്രചരണം നടത്തുന്നവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഈ വിള്ളൽ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാക്കുക എന്ന് തന്നെയായിരിക്കും. അത് മാത്രമായിരിക്കും. സമസ്തയും മുസ്ലിം ലീഗും എന്ന് പറയുന്ന ഈ വലിയ ദീർഘകാലത്ത് ഈ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയാൽ അതിൽ രാഷ്ട്രീയമായ മുതലെടുപ്പൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ടാവും. അവരായിരിക്കും ഈ പ്രചരണത്തിന് പിന്നിൽ. പക്ഷെ അപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലൊക്കെ എത്തി നിൽക്കുമ്പോൾ ചില പ്രതികരണങ്ങൾ, അമിത് ഫൈസിയെ പോലുള്ള ഏറ്റവും പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടക്കുമ്പോൾ ചില സൂക്ഷിക്കലുകൾ ആവശ്യമല്ല. സൂക്ഷിക്കലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ വിഷയത്തിൽ അർത്ഥമുള്ളൂ. പക്ഷെ ആ വാക്കുകൾ അല്ലെങ്കിൽ ആ വരികൾ അദ്ദേഹം തിരുത്തുകൊടുത്ത വരികളിൽ പോലും പറയുന്നത് സമകാലിക സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂട്ടിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ വിചാരിക്കുക ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തേണ്ട കാലമാണിതെന്നല്ലേ. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനല്ല പറഞ്ഞിട്ടുള്ളത്. ഫാഷിസ്റ്റ് വിരുദ്ധ മൂവ്മെന്റുകളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ, മറ്റു സംഘടനകളെ പോലെ, മറ്റു വ്യക്തികൾ നടത്തുന്ന ഈ പോരാട്ടങ്ങളിൽ ഇടതുപക്ഷവും ആർജവം കാണിക്കുന്നു എന്നൊരു സത്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രം. അതിൽ മറ്റു വല്ല താല്പര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് തിരുത്തിലും അത് പ്രയോഗിക്കേണ്ടതില്ലായിരുന്നു. തിരുത്തിലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും പറഞ്ഞത് ഇന്ന അതിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒരിക്കലും അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമല്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാര്യം സമസ്തയെയും മുസ്ലിം ലീഗിനെയും തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യമുള്ളവർ അതിനെ വ്യാഖ്യാനിക്കാൻ ഇടപെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ കാര്യം അതിന്റെ ഗൌരവത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനാവുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ശ്രീ അബ്ദുൽ ഹമീദ് ഫൈസിയും വ്യക്തമാക്കുന്നത്. വളരെ നന്ദി. ചർച്ച പങ്കെടുത്ത ശ്രീ സത്താർ പന്തല്ലൂർ SKSF സംസ്ഥാന സെക്രട്ടറി, ഒപ്പം ടെലിഫോണിൽ പ്രതികരിച്ച ശ്രീ ഒ അബ്ദുള്ള മാധ്യമപ്രവർത്തകൻ, ശ്രീ PM സാദിഖ് അലി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ അഡ്വക്കേറ്റ് PT റഹീം ലീഡ് സ്റ്റോറി മറ്റു വിഷയമായി ശ്രീ പേരുടെ സഖാഫിയെ അങ്ങുകൂടി ഈ ചർച്ചയിൽ ഒന്ന് പങ്കെടുക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട PT റഹീം സാഹിബ് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെളിപ്പെടുത്തിയത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ലഭ്യമായത് 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന നിങ്ങളുടെ കള്ളമുടി ജമാഅത്തിൽ മെമ്പർഷിപ്പ് ഉള്ളൂ എന്നാണ്. അതിന്റെ സത്യാവസ്ഥ അങ്ങ് തന്നെ ഒന്ന് നമ്മുടെ ഈ ക്ലാസ് റൂമിലൂടെ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും എന്ന് അറിയിക്കുന്നു. ശ്രീ പേരുടെ ദ്രേമ സഖാഫി അങ്ങ് കേൾക്കുന്നില്ലേ? ഓക്കെ. വളരെ നന്നായി ഉയർത്തി വളർത്തി ഈ ചെറിയ 18 വയസ്സ് മുതൽ എത്ര വയസ്സുള്ളവരാണെങ്കിലും എല്ലാവരെയും ഇതിന്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് നമുക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നേതൃത്വം പറയുന്നതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കേരളവും എല്ലാവരെയും ഇതിന്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് വയസ്സ് മുതൽ എത്ര വയസ്സ് ഉയർത്തി വളർത്തി ഈ ചെറിയ 18 വയസ്സ് മുതൽ എത്ര വയസ്സുള്ളവരാണെങ്കിലും എല്ലാവരെയും ഇതിന്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് നമുക്ക് വളർത്തി ഈ ചെറിയ 18 വയസ്സ് മുതൽ എത്ര വയസ്സുള്ളവരാണെങ്കിലും എല്ലാവരെയും ഇതിന്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് നമുക്ക് ആവശ്യം ശ്രീ പേരടദ്രമ സഖാഫി അങ്ങ് പോകരുത്. അങ്ങയുടെ കൂടുതൽ വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും കേൾക്കാൻ വേണ്ടി ഇവിടെ ഒരു പറ്റം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അങ്ങയിൽ നിന്നും കൂടുതൽ വിഡ്ഢിത്തരങ്ങൾ ഇനിയും കേൾക്കേണ്ടതുണ്ട് എന്നുകൂടി നിങ്ങളെ ഉണർത്തിക്കൊണ്ട് നിങ്ങൾ അവിടെ സ്റ്റുഡിയോയിൽ തന്നെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയും മറ്റുള്ള പല ആളുകളും നമ്മുടെ സ്റ്റുഡിയോകളിലൊക്കെ ഓരോ സ്റ്റുഡിയോകളിൽ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട യു സുലൈമാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ പേരോട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അതുപോലെ തന്നെ നാജി അബ്ദുള്ള തുടങ്ങി AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകളുടെ വിശദമായ ചർച്ചകളിലേക്ക് അവർ പങ്കെടുക്കുന്ന ചർച്ചകളിലേക്ക് ഇൻഷാ അല്ലാഹ് അല്പം സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ കടന്നു വരുന്നതാണ്.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചർച്ചയിൽ നിന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നൽകിയ ഒരു സംഭവം, ഒരു വിശദീകരണം. ഫാസിസ്റ്റ് ഭീകരതക്കെതിരെ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അത് ശ്ലാഘനീയമാണ്, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. അത് വളരെ സത്യസന്ധമായ ഒരു നിലപാടാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഫാഷിസത്തെ പ്രതിരോധിക്കുന്നതിൽ ബഹുമാനപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ ഉന്നതി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഫാസിസ്റ്റുകൾ നടത്തുന്ന ഈ പോരാട്ടത്തിന്, ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമത്തിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPMന്റെ നിലപാട് വളരെ ശ്ലാഘനീയമാണ്. അത് പ്രോത്സാഹനമർപ്പിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ അവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. പിന്തുണക്കേണ്ടതാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആ വിഷയത്തിലാണ്. ഇപ്പോ നാളെ RSS വന്നിട്ട് ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാന് ഇവിടെ ക്ലാസ് റൂമിലാണ്. ഇപ്പോൾ നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പാർട്ടി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടൊരു ഇപ്പൊ ക്ലാസ് റൂമിലാണ്, കേൾക്കുന്നുണ്ട്. ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭിപ്രായം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയണം. കേൾക്കട്ടെ, കേൾക്കട്ടെ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് വിളിക്കും. ഓക്കെ, ഓക്കെ. ക്ലിയറുള്ള സ്ഥലത്ത് വിളിക്കും. കുറച്ചുകൂടി ക്ലിയറുള്ള സ്ഥലത്ത് വന്ന് ഓക്കെ, ഓക്കെ. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പല ശിഷ്യന്മാരും പ്രതികരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോ കൂടുതൽ ആളുകൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ ആളുകൾ നമ്മുടെ ചർച്ചയിൽ നേരിട്ട് ടെലിഫോണിലൂടെയും മറ്റുമൊക്കെ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖരായ ആളുകൾ തന്നെ നമ്മോട് സംവദിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ചർച്ച ഉണ്ടാക്കുന്നല്ലോ. ചർച്ച പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചതല്ലോ ചർച്ച ഉണ്ടാക്കുവാണോ? ഖലീൽ സാഹിബ് ഇവരുടെ തലയിൽ സത്യത്തിൽ ഈ വെള്ളം കുടിച്ച് വെള്ളം പറ്റിക്കണോണ്ട് അല്ലേ? വെള്ളം കുടിച്ചാൽ തലയിൽ വെള്ളം പറ്റുന്ന വെള്ളം AP വർക്കസിൽ തന്നെ വെക്കണുള്ളൂ സംശയമുണ്ട് അല്ലേ? കാരണം ആ വെള്ളം കുടിക്കും തോറും തലയെ വെള്ളം പറ്റിയ കാരണം അതിന്റെ തെളിവാണല്ലോ പോയി കാണുന്നത്. ചർച്ച ഉണ്ടാക്കുകയാണ്. ചർച്ച പിന്നെ നല്ല സാധനം എടുത്തോണ്ടാ ഏത് മുക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രമുഖരായ ശിഷ്യന്മാരൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളെ ചർച്ചയിൽ പങ്കെടുക്കും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളല്ലേ, ഇവരൊരു ഇടപെടലും നോക്കുകയാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഇത് ഈ ഒരു സംവിധാനം ഇപ്പൊ ഇവിടെ കേരളത്തിലുണ്ടാക്കിയ ഈ പാർട്ടി അല്ലെങ്കിൽ കേരളത്തിലുണ്ടാക്കിയ സംഭവം എന്താണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിനെ ആദ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലെങ്കിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളുടെ ഉദ്ഘാടനം കൊണ്ടാണ് തുടങ്ങിയാലോ? ഒരു സയ്യിദായിക്കോട്ടെ ഉദ്ഘാടനം അല്ലേ? ഖലീൽ ബുഖാരി തങ്ങളുടെ ഉദ്ഘാടനം കൊണ്ടാണ് തുടങ്ങിയാലോ പരിപാടി? അദ്ദേഹം ഇവരൊക്കെ നമ്മൾ ഈ സംഘടന എന്നിട്ട് പിന്നെ അതിന് ശേഷം ഇൻഷാ അല്ലാഹ് കളവ് പറയാൻ പറ്റുമല്ലേ എന്നൊക്കെ നമുക്ക് ബഹുമാനപ്പെട്ട പേരോടത്തറാമ സക്കാഫി പറയട്ടെ. പേരോടത്തറാമ സക്കാഫിക്ക് ഒരു ഗുണമുണ്ട്. എന്തായാലും നൗഷാദ് ഹസനി പറയുന്നത് എപ്പോഴും ആ കാര്യത്തിൽ ഞാൻ നൗഷാദ് ഹസനിക്ക് ഒരു മാർക്ക് കൊടുത്തത് അവിടെയാണ്. ഇതിന്റെ ഇടയിൽ കണ്ടു ഇന്നലെ മിഞ്ഞാന്നൊക്കെ നൗഷാദ് ഹസനി കേരള സുന്നി ജമാഅത്ത് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ഇന്നലെ മിഞ്ഞാന്നൊപ്പം കണ്ടു കേരള സുന്നി ജമാഅത്ത് പ്രഖ്യാപനം ഒക്ടോബർ 15-ാം തീയതി വ്യാഴാഴ്ച ടൗൺ ഹാളിൽ നിന്ന്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിവായിട്ടില്ല. ഏതായാലും നമുക്ക് അതും കാണാം. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ് ഹസനി പറയുന്നത് പോലെ എല്ലാ സംഭവത്തിനും പേരോടിന്റെ പ്രസംഗത്തിൽ തന്നെ മറുപടി ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ആ പ്രസംഗത്തിൽ തന്നെ ഉണ്ടാവും, അതല്ലെങ്കിൽ അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു പ്രസംഗം പരതിയാൽ ഇതിനുള്ള മറുപടി അവിടെ ഉണ്ടാവും. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, ഒരു സയ്യിദാണ്, പ്രായം വളരെ അധികരിച്ച ആളാണ്. ഇതുപോലെ പല കള്ളത്തരങ്ങളും സൃഷ്ടിക്കുകയും കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത്
ആളുകളെ ആത്മീയമായി വശീകരിക്കുന്നതിന് പല കള്ളത്തരങ്ങളും അതിമനോഹരമായി വളരെ ഗംഭീരമായ ശബ്ദത്തിൽ ആത്മീയതയിലൂന്നിക്കൊണ്ട് തന്നെ സംസാരിക്കുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന നിലയിൽ മഹാനായ തങ്ങളവറുകളെ തങ്ങൾ കേൾക്കുന്നുണ്ടോ? തങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മോട് പ്രതികരിക്കും. ആദ്യം അദ്ദേഹം ഈ കള്ളമുടി ജമാഅത്തിന്റെ ഉദ്ഘാടനം കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ട്. ഓക്കെ. അദ്ദേഹം വരുമ്പോ അദ്ദേഹത്തെ ബന്ധപ്പെടുത്തണം എന്നറിയിക്കുന്നു. അപ്പൊ കള്ളമുടി ജമാഅത്തിന്റെ ഉദ്ഘാടനം കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ നിർവഹിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ ഖലീൽ ബുഖാരി തങ്ങളുടെ വളരെ ഏറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബി ആയതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഈ പരിപാടിക്ക് കള്ളം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വർഷം മുമ്പ് വളരെ ഐക്യത്തിലും സന്തോഷത്തിലും കഴിഞ്ഞു വരുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, ഈ മഹത്തായ സുന്നത്ത് ജമാഅത്ത് ഈ ഐക്യം തകർക്കുന്നതിന് ഇവിടെ ഏതാനും ചില വിഭാഗം ആളുകൾ കുറ്റാശയക്കാരായി വന്നപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ തുറന്ന ശബ്ദം, സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥാശയം സമൂഹത്തിന് പഠിപ്പിക്കൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപക പ്രസിഡന്റായ അല്ലാഹുവിന്റെ